നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, തന്നെ അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനം ധ്യാനിക്കാൻ പോകുമ്പോൾ കർത്താവേ, വചനത്തിൻ്റെ ആഴം കർത്താവ് ബുദ്ധിയിലല്ല, നിന്റെ ആത്മാവ് വചനം തുറന്ന് തരണമേ കർത്താവ്. നിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുക, നിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കുക. നിന്റെ ആത്മാവ് ഞങ്ങളെ ഇന്ന് പകൽ സമയം സഹായിക്കണമേ കർത്താവേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഹലോ ഹലോ ഹലോ, ഉദർ കുछ ഹലോ 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 नो ഹലോ ഹലോ, മാസ്റ്റർ का कोई दिक्कत है? ഹലോ ഹലോ, ക്ലിയർ ആണോ? ഇപ്പോൾ കേൾക്കാം? വോളിയം കുറച്ചുകൂടെ കൂട്ടും, थोड़ा सा और बढ़ा लो. ഹലോ, ക്ലിയർ ആയി കേൾക്കാം? നമ്മൾ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ മത്തായി 3-ാമത്തെ അധ്യായം, ഇന്നലെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം മത്തായി 3-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം. മാത്യു 3:15. മാത്യു 3:15. മാത്യു 3:15. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ വിഷയം യേശു ക്രിസ്തു ആര്? വായിച്ചത് ഫിലിപ്പിയർ 2:7. Philippians 2:7. Jesus Christ, the image of God. വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, നമ്മൾ നിൽക്കുന്ന പാറ ഏത്? യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മൾ ആരെ അറിയുന്നത്? ദൈവത്തെ. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വിഷയം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പേരല്ല, അവൻ്റെ പ്രവൃത്തി. അവൻ്റെ പേരെന്തുവാ? സർവശക്തനായ ദൈവത്തിൻ്റെ പേരെന്തുവാ? ഞാനാകുന്നു. ദൈവത്തിന് പേരിൻ്റെ ആവശ്യമില്ല. നമുക്ക് മക്കളെ പേരിടുന്നുണ്ടല്ലോ, നമ്മളിടുന്ന പേര് ആ വ്യക്തിയുടെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വർഗീസ് സഹോദരനുണ്ട്. വർഗീസിൻ്റെ അർത്ഥമോ എന്താ? എൽഡോ പാസ്റ്റർ, എൽഡോയുടെ അർത്ഥം എന്തുവാ? പറഞ്ഞേട്ടെ, അർത്ഥം വല്ലതും ഉണ്ടോ? അവിടെ ഒരു പോൾ ഇരിപ്പുണ്ട്, അർത്ഥം എന്തുവാ? അത് ഇതല്ല പൗലോസ്, ഇതാ മറ്റേ പൗലോസിൻ്റെ പേരിങ്ങോട്ട് ഇട്ടതാ. ഇത് പൗലോസ് അല്ല, മറ്റേ ഒരു സൈമൺ ഉണ്ട്. ഇതല്ല സൈമൺ വേറെ ഒരുത്തനായിരുന്നു. നമുക്ക് ആ പേരൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മളങ്ങ് എന്തോ ഇട്ടു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ പേരിടുന്ന എന്തുവാ? പിള്ളേരോട് ചോദിച്ചാൽ അറിയാം എങ്ങനത്തെ പേരൊക്കെയാ. ഇപ്പോഴത്തെ ഫാഷനബിൾ പേരൊക്കെ ഏതാ? പറഞ്ഞേട്ടെ, കാണുമല്ലോ. 2 അക്ഷരമുള്ളത് എല്ലാം മിക്കവാറും എന്ന് തുടങ്ങണം. കാരണം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലല്ലയോ. ആണെങ്കിൽ ഇൻ്റർവ്യൂ ഹെൽപ്പ് എന്ന് വരും. അതുകൊണ്ട് പേരൊക്കെ ഇടുന്നതെല്ലാം എന്തുവാ? 2 അക്ഷരമുള്ള പേര്. നമ്മൾ പേരിടുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ പേര്. നമ്മുടെ പേരൊക്കെ വണ്ടിക്ക് ഇടുന്ന സീരിയൽ നമ്പർ. കാരണം ഒത്തിരി വണ്ടികളുണ്ടല്ലോ.
KL03, അത് കഴിഞ്ഞിട്ട് AG0295 പറഞ്ഞ് ഓരോ നമ്പർ ഇടുമല്ലോ. ദൈവം എത്ര പേരാ? ദൈവത്തിന് പേരിൻ്റെ ആവശ്യം ഇല്ല. പക്ഷെ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പേരൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയ രീതികളാണ്. യേശു ക്രിസ്തു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പാപത്തിന് രക്ഷകൻ. പക്ഷെ ദൈവത്തിൻ്റെ പേരെന്തുവാ? ഞാനാകുന്നു. അത് ചെയ്ത പ്രവൃത്തി. സോ യോഹന്നാന്റെ മുമ്പ് വെള്ളത്തിൽ നിൽക്കുന്നവൻ ആരാ? സർവശക്തനായ ദൈവം. യേശു ക്രിസ്തു നമ്മൾ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചല്ല, പുൽത്തൊട്ടി കിടക്കുന്നത് സർവശക്തൻ ആരായി വന്നേക്കുക? യോഹന്നാൻ 1:1 വായിച്ചേ. യോഹന്നാൻ 1:1 മുതൽ 3 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളതായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതിന്റെ 14 തൊട്ട് 17 വരെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സോ നമ്മൾ ക്രിസ്തുവിനെ താഴെ വായിച്ചേ. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷി വഹിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപിനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. 16-ാമത്തെ വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ and of his fullness have all we received and grace for grace. ഒന്നുകൂടെ വായിച്ചേ. 16. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതിന്റെ താഴെ മോശ മുഖാന്തരം എന്തോ കിട്ടി? ന്യായപ്രമാണം. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. നമുക്ക് സംഭവിക്കുന്നത് ഏതോ, നമ്മൾ വചനം വായിക്കാറുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമുക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാവർക്കും കഷ്ടതയും പ്രയാസങ്ങളും ഉണ്ട്. സത്യമാണോ? അതോ നമുക്കേ ഉള്ളോ? ജാതികളും കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ജീവിതത്തിൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ചിന്തിച്ചേക്കുന്ന ദൈവത്തെ വിളിച്ചാൽ ചിലപ്പോൾ കഷ്ടത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടും. നല്ലപോലെ മനസ്സിലാക്കും. നമ്മൾ മറ്റവരോട് പറയുന്നത് എന്തുവാ? യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ കഷ്ടത ഇല്ലേ? നമ്മൾ വഞ്ചിക്കുകയല്ലയോ? സത്യം പറഞ്ഞേ, ക്രിസ്തുയുടെ അടുത്ത് വന്നപ്പോൾ കഷ്ടത മാറിയോ തുടങ്ങിയോ? പറഞ്ഞാട്ട് കുറേ ഇരിക്കുന്നവർ പറഞ്ഞാട്ട് തുടങ്ങിയോ അതോ തീർന്നോ? പിന്നെ മറ്റൊരു എന്തിനാ വഞ്ചിക്കുന്നേ? ഈ പാത ഇടുങ്ങിയ പാത, തോളിൽ എന്തോ എടുത്തോണ്ട് നടക്കണം, പിന്നെ ഒരു മുള്ളുണ്ടല്ലോ. സോ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഈ വിഷയം, ദൈവത്തെ നമ്മൾ അറിയും. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ? നമ്മൾ അറിഞ്ഞ സത്യം എന്തുവാ? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മോശ മുഖാന്തരം എന്തോ കിട്ടി? ദൈവം മനുഷ്യനായി വന്നത് എന്തിന് എന്നിപ്പോൾ പുതിയ പുതിയ ഉപദേശങ്ങളുണ്ട്. ദൈവവും മരിയവും ചേർന്ന് വന്ന ആളേതാ? യേശു. യേശുവിൻ്റെ അകത്ത് മറിയത്തിൻ്റെ രക്തമുണ്ടായിരുന്നു.
അല്ലെങ്കിൽ മറിയവും ക്രിസ്തു തമ്മിൽ ഒരു അംബ്ലിക്കൽ കോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പുതിയ 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 ഡോക്ടറിൻസ് ഒത്തിരി വരുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നമ്മുടെ കർത്താവിന് പാപത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവാ സഹായിച്ചത്. എന്തൊക്കെയാ പറയുന്നത്? കാരണം വചനം തുറന്ന് കിട്ടാത്തോണ്ട് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും കൺഫ്യൂസായി കലക്കിയിട്ടേക്കുക. ഈ ബത്ലഹേമിൽ അല്ലെങ്കിൽ 30 വയസ്സ് വരെ നാസറത്തിൽ തച്ചപ്പണി ചെയ്യുന്നവൻ ആരാ? ഈ വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടല്ലോ, 2 കൈയും കാലുണ്ടോ? അവൻ ആരാ? പറഞ്ഞാട്ടെ. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം. ഞാൻ അതിന് എക്സാമ്പിൾ പറഞ്ഞു. 2 പേന, ഈ ചുമന്നത് പൂർണ്ണ ദൈവത്വം. ഇതോ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആകെ തകർന്നു കിടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമുക്ക് അറിയുന്നില്ലെന്നേ. അതുകൊണ്ടാ പകരുന്നത്. പഴയ നിയമ ഭക്തന്മാർക്ക് ഇത്രയും കാഴ്ചപ്പാട് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. എബ്രായർ 1 വായിച്ച്, ഹീബ്രൂസ് 1. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നേ ദൈവം God who at sundry times and in diverse manners spoke in time past unto the fathers by the prophets. മലയാളത്തിൽ ഒന്നുകൂടെ, ദൈവം പണ്ട് ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ആ വിഷയം തന്നെ ഞാൻ ചെറിയ പടം നിങ്ങളെ കാണിച്ചല്ലോ. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ആ മനുഷ്യൻ ഫലം ഭക്ഷിക്കുന്നത് എന്തിനാണ്? അവൻ്റെ അകത്തുള്ള ആഗ്രഹം എന്തുവാ? ആരുടെ പോലെ ആയിത്തീരണം? ദൈവത്തെ. ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് വെളിയിലിറക്കി. നമ്മൾ യുഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യത്തെ യുഗമേതാ? ആദ്യത്തെ നിഷ്കളങ്ക യുഗം. രണ്ടാമത്തതോ മനസാക്ഷി യുഗം. അന്നേരം ദൈവം മനുഷ്യനോട് എങ്ങനെ പെരുമാറി? തെറ്റുകൾ ചെയ്തോ? പ്രമാണം കൊടുത്തില്ലല്ലോ. ഇവർക്ക് പ്രമാണം, ഇത് മനസാക്ഷി യുഗത്തിൻ്റെ ചിത്രമാണ്. ജസ്റ്റ് അന്നേരമൊക്കെ നടന്ന് അവർ എങ്ങനെയാണ് നടന്നത്? അവരുടെ ഇവിടെ എഴുതിയേക്കുന്നത് God who at sundry times in diverse manners spoke in time past. മലയാളത്തിൽ ഭാഗമായി. ഇവരോട് നമ്മൾ ഇരുന്ന് ചെറിയ പിള്ളേരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? പറഞ്ഞ നമുക്കറിയാലോ. അത് കൂടുതൽ സംസാരിക്കത്തില്ല. കൂടുതൽ ആരാ സംസാരിക്കുന്നത്? നമ്മളില്ലേ. അത് നോക്കിയിരിക്കും, ചിരിക്കും, നമ്മൾ വിസിലും അടിക്കും. എന്താ എഴുന്നേക്ക്, ആഹാരം കഴിക്കാൻ സമയമായില്ലയോ? അങ്ങനെ തന്നെ കിടന്നാൽ വെക്കുവോ? നീ എന്തിനാ കരയുന്നത്? പകൽ സമയം 3 പ്രാവശ്യം ആഹാരം കഴിക്കത്തുള്ളൂ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? എത്ര പ്രാവശ്യം ആഹാരം കൊടുക്കുന്നേ? പാൽ എത്ര പ്രാവശ്യം? കരഞ്ഞാൽ ഉടനെ തന്നെ എന്തോ കിട്ടും. അങ്ങനത്തെ ഒരു സമയമുണ്ടായിരുന്നു. ദൈവം ഇവരുടെ അടുത്തൊക്കെ ഇവരൊക്കെ എന്തൊക്കെ ചെയ്താലും
അന്വേഷിച്ച് വന്നോ? ഹാനോക്കിൻ്റെ കൂടെ നടന്നോ? ആ, എൻ്റെ കൂടെ നടന്നല്ലോ. ഒരു ഇഷ്മായേൽ ഉണ്ടായിട്ടും ദൈവം ആരെ കൊടുത്തു? ഒരു ഇസാക്കിനെ കൊടുത്തത്. കാരണം അവരുടെ സ്ഥിതി എന്താ? ഇങ്ങനത്തെ നിഷ്കളങ്കരില്ലയോ? ദൈവം എന്തോ പറഞ്ഞാലും ചോദ്യമുണ്ടോ? ചിരിക്കും. പാല് മതി, വേറെ ഒന്നും വേണ്ട. വീടോ വണ്ടിയോ എഞ്ചിനീയർ ആകാൻ, ഡോക്ടർ ആകാൻ, അങ്ങനത്തെ ഒരു വിഷയമില്ല, ഒരു ഭാരവുമില്ല. ചെറിയ കളിപ്പാട്ടം കൊടുത്താൽ മതി. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ചെറിയ ഇവരുടെ കളിക്കുന്ന ആ ക്രിബിൻ്റെ മേളിൽ ഒരു ചെറിയ കളിപ്പാട്ടങ്ങൾ വെക്കുന്നു. അത് ആ കളർ നോക്കിയിരുന്നോളൂ. അബ്രഹാമിനോട് പറഞ്ഞു, നീ വെളി വാ, അത് കണ്ടോ, മതി. അവൻ വിശ്വസിച്ചു. നമ്മളെ അതൊക്കെ കാണിച്ചാലൊന്നും വിശ്വസിക്കത്തില്ല. നമ്മളെ ഇനി അങ്ങോട്ട് കൊണ്ടായാലും വിശ്വാസം വരുന്നില്ല. അതാ നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം. സോ ഇങ്ങനെ ആണോ? ആബേൽ, ആനോക്ക്. ആബേലിന്റെ പ്രാർത്ഥന എന്തുവായിരുന്നു? ആബേലിന്റെ രക്തം എന്തോ പറഞ്ഞേ? ആബേലിന്റെ പ്രാർത്ഥന കണ്ടില്ലേ? അവൻ എന്നെ അടിച്ചെന്നേ. പിള്ളേർ വഴക്കുണ്ടാക്കുമോ? നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കുമോ? അബ്രഹാം, യാക്കോബ് കുസൃതിയുള്ളവനായിരുന്നോ? കുസൃതി ഉണ്ടായിരുന്നോ? യാക്കോബ് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവനോട് എന്തോ പിടിക്കാൻ വന്നത്? മല്ല് പിടിക്കാൻ. കുസൃതിയാ, പക്ഷെ നല്ല സ്വഭാവമാണ്. ചില ഇടയ്ക്ക് വികൃതി സ്വഭാവം ഉണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് വെളിയിൽ എറിയത്തില്ല. മോശ, യോസഫ് എടുത്തോണ്ട് നടന്നോ? സീനായി മലയുടെ അടുത്ത് എത്തിയപ്പോൾ എന്തുവാ പറയുന്നേ? നിങ്ങൾ കണ്ടുവല്ലോ, ഞാൻ നിങ്ങളെ എന്തോ ചെയ്തു. ഇടയ്ക്ക് ഫറവോൻ വന്ന് അബ്രഹാം ചെന്ന് ഭാര്യ ആരുടെ കൊടുത്തു? ദൈവമാരെ പിടിച്ചു. അച്ചായനെ വല്ലതും പറഞ്ഞോ? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത്രയും വിവരവും ഇല്ല. ഫറവോനെയാ പിടിച്ചത്. ഇട്ടുകൊടുക്കടാ. നമ്മൾ ഓരോ കാര്യം ശ്രദ്ധിക്കുമ്പോൾ എടുത്തോണ്ട് നടന്നോ? പക്ഷെ ക്രമേണ ചൂടങ്ങ് പിടിച്ചു. ഇനിയിപ്പം കാലുണ്ടെങ്കിലും പറയുന്നത് എന്തുവാ? എന്നെ എടുത്തോണ്ട് അങ്ങ് നടന്നാ മതി. ഞാൻ എന്തോ ചെയ്താലും ആ ചെങ്കടലുടെ അപ്പുറത്ത് വന്ന് എന്തുവാ? കരച്ചിലാണോ? ബഹളമാണോ? ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? പറഞ്ഞുകൊണ്ട് എന്തുവാ? പിള്ളേരിരുന്ന് എന്തോ ചെയ്യുക? ബഹളം വയ്ക്കുക. ദൈവം ഒന്നും പറഞ്ഞില്ല. പിള്ളേരില്ലേ, കുസൃതിയില്ലേ, സാരമില്ല. ഇടയ്ക്കുന്ന വഴി തുറന്നു കൊടുത്തോ? സീനായി വന്നപ്പം പറഞ്ഞേ, മോനെ ഇനിയിപ്പം നിനക്ക് ഇറങ്ങേണ്ടിയ സമയമായി. ഇറക്കിയോ? പറഞ്ഞാട്ടെ. ഇതുവരെ തോളെ പിടിച്ചുകൊണ്ട് നടന്നു, പ്രമാണം കൈ കൊടുത്തു. ഇനിയിപ്പം താഴെ നീ എന്തോ ചെയ്തോണം? ആദ്യമേ ഇറങ്ങാൻ പ്രയാസമാ. അസഹ്യം വ്യക്തി ഇല്ലയോ? ഇപ്പം ചിരിക്കാൻ തുടങ്ങി. വിഷയങ്ങൾ കുറെയൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വയമേ ബ്രഷൊക്കെ പല്ലൊക്കെ തേക്കാൻ അറിയാം. അതുകൊണ്ട് ഇനി നീ സ്വന്തമേ നടന്നോണം. പക്ഷെ കൈവിട്ടാൽ വീഴും. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാം? നിനക്ക് നടക്കാൻ അറിയത്തില്ലല്ലോ, എങ്ങനെ നടക്കേണ്ടത്? ഞാൻ എന്തോ ചെയ്യും? ഞാൻ എന്തോ കൈ പിടിച്ച് നിന്നെ നടത്തും. ഏതും തോട്ടത്തിൽ പറഞ്ഞ നീ തന്ന സ്ത്രീ നിമിത്തം. സീനായി മല വന്നപ്പോഴെന്തോ പറയുന്നതൊക്കെ ചെയ്തോളാമോ? അതിനെ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ന്യായപ്രമാണം എന്തുവായിരുന്നു ഇന്നലെ പറഞ്ഞ, പക്ഷെ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ. ഇത് ഒരു ശബ്ദം തന്ന. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസം. ഇതെല്ലാം ഡിജിറ്റലായിരുന്നു. ദൈവം പറയുന്നത് നടന്നോളാമോ? അതെ, നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തോ ചെയ്തോളാം. പറഞ്ഞാൽ മതി, ഞങ്ങൾ നടന്നോളാം. എന്നാൽ ദൈവം പറഞ്ഞാൽ ഞാനിതാ എക്സാമ്പിൾ. ഇത് കല്ലേൽ പ്രമാണം കൊത്തി കൈ കൊടുത്തു.
ഇനി ഇതനുസരിച്ച് വേണം നീ നടന്നോളാൻ. നടന്നാൽ മിഠായി കിട്ടും, നടന്നില്ലെങ്കിൽ അടിയും കിട്ടും. നടക്കാമോ? നടന്നോളാൻ. ഞാനിതാ ഇനി ബാലൻസ് ചെയ്തു. എൻ്റെ പോലെ ആകാനില്ലയോ നീ തോട്ടത്തിൽ എന്തോ ചെയ്തേ ഫലം? ഞാനിതാ ബാലൻസ് അയക്കും. എല്ലാ സർക്കസ് കാണിച്ചു. സർക്കസ് കാണിച്ച വ്യക്തി വായിച്ച് ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4, 5, 6. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രക്കാരൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ശുശ്രാന്തി സംബന്ധിച്ച് സഭയെ ഉപദേശിച്ചവൻ ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അന്യൻ. ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ്. ന്യായപ്രമാണം എന്തോ പറയുന്നു അതെല്ലാം ഞാൻ എന്തോ ചെയ്യുക. പക്ഷെ എന്നാലും ഈ സംഗതി എങ്ങോട്ട് വരുന്നില്ല. ഞാൻ എല്ലാം ചെയ്തു. 8-ാം നാൾ പരീശന എബ്രായന ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഇതെന്തോ ചെയ്യുന്നില്ല. യോഹന്നാൻ സ്നാപകൻ വന്ന നിമിഷം പറയുന്നത് എന്തുവാ? ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. മനസ്സിലായോ? നിനക്ക് സ്വയമേ നടക്കാൻ കഴിയത്തില്ല. അന്നേരം സർവശക്തൻ തന്നെ. വായിച്ചേ എബ്രായർ 1-ന്റെ 2-ാമത്തെ വാക്യം. Hebrews 1:2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നവൻ ആരാ? ഇതാ ദൈവത്തിൻ്റെ സ്വഭാവം. എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ അതിന് എല്ലാ ലെവൽ ബെസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് റോമർ 8-3 വായിച്ചേ. നമ്മൾ ഇന്നലെ ധ്യാനിച്ച വിഷയമാണ്. പക്ഷെ പിന്നെ അത് നോക്കുന്നതിൻ്റെ കാരണം വചനം ഒന്ന് മനസ്സിലാക്കുക. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിപ്പാൻ മനുഷ്യൻ അവന്റെ ലെവൽ ബെസ്റ്റ് എന്തോ ചെയ്യുക. അവൻ ലെവൽ ബെസ്റ്റ് എന്തോ ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ബാലൻസ് ചെയ്യാൻ കഴിയാത്തത്? എന്താ ഈക്വൽ ചെയ്യാൻ കഴിയാത്തത്? ജഡത്തിൽ ബലഹീനത നിമിത്തം. ആ ബലഹീനത വന്നത് എങ്ങനെ? പാപം മനുഷ്യനെ പ്രവേശിച്ചിട്ട് എന്തോ ചെയ്തു? അകത്തെ പ്രാണനും ആത്മാവിനെ മുഴുവൻ എന്തോ ചെയ്തു? വഷളാക്കിയത്. പാപം വന്നപ്പോൾ ദേഹം മാത്രമല്ല ക്ഷീണിച്ചത്, അകത്തെ പ്രാണൻ വഷളായി, ആത്മാവ് വരെ എന്തുമായിട്ടുണ്ട്? അശുദ്ധമായിട്ടുണ്ട്. ആത്മാവിൻ്റെ അകത്ത് വരെ അതിൻ്റെ വേരുകൾ ഇറങ്ങിയിരിക്കുന്നത്. മനസ്സാക്ഷി കുത്തുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആരായി തീരുക? ശത്രുവായി തീരുക. അന്നേരമാണ് സർവശക്തൻ സ്വയമേ എടുക്കുന്ന ശരീരം ഏതാ? പാപ ജഡത്തിന്റെ സാദൃശ്യം. പൂർണ്ണ മനുഷ്യനായി വരിക. അന്നേരം നല്ലപോലെ മനസ്സിലാക്കേണ്ട വിഷയം ഇത് ദൈവാത്മാവും മറിയവും ചേർന്ന് വന്ന വ്യക്തിയല്ല. മറിയത്തിന്റെ ഗർഭത്തിൽ നടക്കുന്ന ഒരു സൃഷ്ടിയുടെ പ്രവൃത്തിയാണ്. സർവശക്തൻ മനുഷ്യനെ ഉണ്ടാക്കിയപ്പം എങ്ങനെ? എന്തുവാ കയ്യിലെടുത്തേ? മണ്ണെടുത്തോ?
ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ എക്സാമ്പിൾ. മണ്ണെടുത്തതാ, മണ്ണി ഊതിയപ്പം ഇതെല്ലാം വന്നോ? ഊതിയപ്പം വന്നോ? മനസ്സിലാക്കേണ്ടിയ സർവശക്തന്റെ ശക്തി. എല്ലാം വെച്ചോണ്ട് സീരിയൽ നമ്പർ ഇട്ടിട്ട് അതിനെ നട്ട് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തതല്ല. കൃത്യമായി നട്ട് ബോൾട്ട് ഇട്ടിട്ടുണ്ടോ? നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തതായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സർവീസ് സ്റ്റേഷനിൽ ചെന്ന്, ഞങ്ങളുണ്ട് വണ്ടി 5000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് സ്റ്റേഷനിൽ പോകണം, അവർ ജാക്കപ്പ് ചെയ്യും, അതിൽ ഗ്രീസിങ് എല്ലാം ചെയ്യും. നമ്മളും അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തോ ആയിരുന്നു. 5000 കിലോമീറ്റർ ആകുമ്പോൾ പിന്നെയും സർവീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനത്തെ പരിപാടി ഇല്ല. ഊതി എല്ലും ഹാർട്ടും ലങ്സും കുടലും കണ്ണും എല്ലാം വന്നോ? മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാക്കിയവന് മറിയത്തിന്റെ രക്തം വേണോ? പറഞ്ഞാട്ട് ഒരു സൃഷ്ടിയാ നടക്കുന്നത്. എടുത്തേക്കുന്ന ദേഹമേതാ? മനുഷ്യന്റെ രക്തത്തിൽ എന്തുകൊണ്ട്? പാപമുണ്ട്. മറിയത്തിന്റെ രക്തം എടുത്താലും പാപം കാണുമോ ഇല്ലയോ? മനുഷ്യന്റെ രക്തമില്ല, ഇത് വിശുദ്ധ രക്തമാണ്. വിശുദ്ധ രക്തം പറയുമ്പോൾ ആദാമിന്റെ അകത്തുണ്ടായിരുന്ന ഒരു കളങ്കവും ഇല്ലാത്ത രക്തം. പാപത്തിന്റെ ഒരു ചൊവ്വ പോലും ഇതിലില്ല. ആദാം വീഴുന്ന മുമ്പേ രക്തമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? സെയിം കലങ്കം ഇല്ലാത്ത രക്തം. ആരുടെ നിന്നല്ല കിട്ടിയത്? ഇത് മനുഷ്യനീന്ന് കിട്ടിയതല്ല. നല്ലപോലെ പ്രിസൈസ്ലി നമ്മൾ മനസ്സിലാക്കണം ഇത്. പക്ഷെ എടുത്തേക്കുന്ന ശരീരത്തിൽ ക്ഷീണമുണ്ട്. പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലാണ്. വേദനയുണ്ട്, വിശപ്പുണ്ട്, പക്ഷെ എന്തോ ഇല്ല, വഷളായ ജഡം ഇല്ല. പാപവും ഇല്ല, വഷളായ ജഡവും ഇല്ല. നമ്മൾ വിശ്വാസികളുടെ അകത്തുനിന്ന് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അകത്ത് എന്തുവാ? വഷളായ ജഡമുണ്ട്, പഴയ മനുഷ്യനുണ്ട്. ക്രിസ്തുവിന് അങ്ങനത്തെ വിഷയമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുള്ളൂ, അങ്ങനെയാണെങ്കിൽ അവനില്ലയോ ബെനിഫിറ്റ്? പ്രത്യേക ശരീരമാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കുള്ള പാപമായിട്ടുള്ള പരീക്ഷകൾ അവൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഇല്ലേ? നമ്മൾ അങ്ങനെ ഇല്ലയോ ചിന്തിക്കുന്നത്? അവൻ്റെ അകത്ത് ജഡമില്ലാത്തതുകൊണ്ട് അവൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവൻ എങ്ങനെയാ നമ്മുടെ മഹാപുരോഹിതനായി തീരുന്നത്? വായിച്ച് എബ്രായർ 2-ാമത്തെ അധ്യായം, ഹീബ്രൂസ് 4:15, എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ, അത് വായിച്ച ഹീബ്രൂസ് 4:15 ഒന്നുകൂടെ ശ്രദ്ധയോട് നമ്മളത്, ദൈവാത്മ വേണം അത് തുറന്നു തരാൻ. ഇന്ന് വേദോസ്തം കയ്യിൽ ഉണ്ടായിട്ടും ഇത് തുറന്ന് കിട്ടാത്തതുകൊണ്ടായി ഇന്ന് ഓരോ പുതിയ പുതിയ ഉപദേശങ്ങൾ വരുന്നത്. എക്സാമ്പിൾ സാക് പുന്നന്റെ ഒക്കെ ടീച്ചിങ്സ് പറയുമ്പോൾ അത് പേരെടുത്ത് പറയേണ്ടി വരുന്നു. കാരണം അവർ യേശുവിൻ്റെ കന്യാജന്മത്തെ തന്നെ ചോദ്യം ഇടുന്നവരാണ്. നമ്മുടെ കർത്താവ് ക്രൂശി ചെയ്ത പ്രവൃത്തി ഇത് 2-ാം സ്ഥാനം. ആദ്യത്തെ പ്രവൃത്തി ഏതാ? ഇമ്മാനുവൽ, ബെത്ലഹേമാ. ബെത്ലഹേം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗോൽഗോത്ത. ഗോൽഗോത്തയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ ബെത്ലഹേം ആദ്യമേ മനസ്സിലാകണം. ഇത് ക്രൂശി തൂങ്ങിക്കിടക്കുന്നവൻ സാധാരണ ഒരു മനുഷ്യനല്ല, പാപം അറിയാത്തവൻ,
പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നതാ. ആ വാക്കുണ്ട്, സാദൃശ്യത്തിൽ വന്നതാ. ഒന്നാമത്തത് ദാസരൂപം എടുത്തു. ദാസരൂപം മാത്രമല്ല, എടുത്തേക്കുന്ന ശരീരം ഏതാ? പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ തൂങ്ങി കിടക്കുന്നവനാ, പാപമറിയാത്തവനാ. സോ വിഷയം നല്ലപോലെ ഇവിടെ എഴുതിയേക്കുന്നത് 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ബലഹീനതകൾ ഏതാ പറഞ്ഞാട്ടെ? തലവേദന, വയറ്റുവേദന, ക്യാൻസർ, ഇതാണോ ബലഹീനതകൾ? പറഞ്ഞാട്ടെ, എന്തുവാ നമ്മുടെ ബലഹീനതകൾ? For we have not an high priest who cannot be touched with the feeling of our infirmities. നമ്മുടെ ബലഹീനതകൾ ഏതാ പറഞ്ഞാട്ടെ? പരീക്ഷകൾ വരുമ്പോൾ നമുക്ക്, കാരണം ദൈവഹിതം അനുസരിച്ച് നടക്കണമെങ്കിൽ കുറെ പ്രയാസങ്ങളുണ്ട്. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ തിരുഹിതം. പക്ഷെ തിരുഹിതം അനുസരിച്ച് നടക്കണമെങ്കിൽ കുറെയൊക്കെ പ്രയാസമുണ്ട്. വായിച്ച് മത്തായി 4:2. പിന്നെ നമുക്ക് എബ്രായരിൽ വരാം. മാത്യു 4:2. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുമാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇവിടെ വചനത്തിൽ എഴുതിയേക്കുന്ന ഉപവസിച്ചു. നല്ലോണം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണ്ട. എന്താ? വഷളായ ജഡം ഇല്ല. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. കാരണം ജഡം പറഞ്ഞ ഈ സംഗതി ജഡം പറഞ്ഞ വഷളായ പ്രാണൻ, നമ്മുടെ വേർഡ്സ്, വഷളായ പ്രാണൻ അകത്തുള്ളോണ്ട് നമുക്ക് ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവുടെ സഹായം വേണം. ആദാം ഏദൻ തോട്ടത്തിൽ ആദാം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവുടെ സഹായം വേണ്ട. കാരണം വീണിട്ടില്ല, പാപം അകത്ത് പ്രവേശിച്ചിട്ടില്ല. ഇത് വീഴുന്ന മുമ്പത്തെ ആദാമിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കർത്താവിനെ ദൈവാത്മാവ് മരുഭൂമിയിൽ കൊണ്ടുപോയത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാനല്ല. അവൻ പൂർണ്ണ ദൈവമാ. ഒരംശം പോലും കൊലോസിയറിലുണ്ടല്ലോ, ദൈവത്വത്തിന്റെ പൂർണ്ണത വസിക്കുന്നത്. നമ്മൾ അഥവാ പറയാ പരിശുദ്ധാത്മാവുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഇത് രണ്ടാമത്തവനല്ല, ഇവനാ സർവശക്തൻ. യേശു ക്രിസ്തു നമ്പർ 2 അല്ല, പരിശുദ്ധാത്മാ മൂന്നാമത്തവനല്ല. ഇത് മൂന്നും ആരാ? ഒറ്റ ദൈവമാണ്. മിക്കവാറും വിശ്വാസികൾ ചിന്തിച്ചേക്കുന്ന സ്വർഗത്തിൽ 3 സിംഹാസനം, പിതാ പുത്രൻ, 3 പേരാ. 3 പേരല്ല, നമുക്ക് എത്ര ദൈവങ്ങളാ? ഒറ്റ ദൈവം. നല്ലപോലെ മനസ്സിലാക്കണം. അതിനൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ഭർത്താവ്, അതേ സമയത്ത് മകനും, മൂന്നാമത്തത് ഒരപ്പനുമാണ്. പക്ഷെ എനിക്ക് വരുന്ന പ്രയാസം, ഞാൻ എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ മകനായിട്ടല്ല നോക്കുന്നത്. എങ്ങനെയാ നോക്കുന്നത്? ഭർത്താവ്. ഞാൻ ഭർത്താവിൻ്റെ ആ നോട്ടത്തിലാണ് നോക്കുന്നത്. പക്ഷെ എൻ്റെ മക്കളെ നോക്കുമ്പോഴോ പിതാവിൻ്റെ നോട്ടം. പക്ഷെ സർവശക്തൻ നമ്മളെ നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഒറ്റ ദൈവം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 40 ദിവസം നിരാഹാരമായി ഇരിക്കുന്നത് എന്തിനാ? പൂർണ്ണ മനുഷ്യത്വത്തിൽ തീരുമാനിക്കാനുള്ള കഴിവുണ്ടോ? നമ്മുടെ ബലഹീനത നിമിത്തം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും എന്തോ ചെയ്യണം? അനുഭവം വേണമെന്നേ.
ദൈവത്തിൻ്റെ നീതി ഒന്ന് നോക്കിക്കേ. ക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങി യോഹന്നാനോട് പറയുന്നത് എന്തുവാ? പ്രമാണം. മോശ അവിടെ നിൽക്കുമ്പോൾ യോഹന്നാൻ നിൽക്കുമ്പോൾ പ്രമാണം കൈകൂപ്പി നിൽക്കുക. എന്താ പ്രമാണം? എന്താ കൈകൂപ്പന്നേ? ഈ പ്രമാണം മറ്റോരെ എന്തോ ചെയ്തു? പറഞ്ഞോട്ടെ, ആരെയും നന്നാക്കാൻ കഴിഞ്ഞോ? പ്രമാണം എന്തോ പറഞ്ഞത്? മനുഷ്യ, നീ ശപിക്കപ്പെട്ടവനാ, നിന്നെ കൊണ്ട് നടക്കാൻ കഴിയത്തില്ല. ആര് പറഞ്ഞുകൊണ്ടിരുന്നു? ഒരു വ്യക്തി ആലയത്തിൽ വന്ന് അറിയാ ചെയ്ത, നല്ലോണം മനസ്സിലാക്കണം ആ വാക്കുകൾ, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപമാണെങ്കിൽ ആലയത്തിൽ വരാൻ കഴിയത്തില്ല. അവനെ അവിടെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലും. പ്രമാണത്തിന് സ്നേഹം പറഞ്ഞ എന്തുവാ വാക്ക് അറിയത്തില്ല. പ്രമാണത്തിന്റെ കയ്യിൽ എന്തുവാ? കല്ല. കൊല്ലത്തേ ഉള്ളൂ. മാനസാന്തരത്തിന് അവസരം ഇല്ല, ഒരു ക്ഷമയും ഇല്ല. ആ പ്രമാണം ക്രിസ്തുയുടെ മുമ്പേ നിൽക്കുമ്പോൾ എന്തുവാ? സ്ത്രീകളിൽ ജനിച്ചവനിൽ ഏറ്റവും ശ്രേഷ്ഠവൻ യോഹന്നാൻ. അടുത്തത് പ്രമാണം കൈകൂപ്പുന്നതിന്റെ കാരണം അകത്തെന്തോ ഇല്ല. ഈ മുമ്പേ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവന്റെ അകത്ത് എന്തോ ഇല്ല? പാപത്തിന്റെ ഒരംശം പോലും ഇല്ല. പ്രമാണത്തിന് പറയാൻ ഒന്നുമില്ല. അപ്പുറത്ത് നമ്മുടെ പൗലോസ് അച്ചായ നീതിമാനാകാൻ വേണ്ടി എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കൽപ്പന പ്രമാണമെല്ലാം അനുസരിക്കുന്നുണ്ടെങ്കിലും പ്രമാണം എന്തുവാ പറയുന്നത്? നീ നല്ലവനാന്നല്ല പറയുന്നത് എന്തുവാ? നീ ശപിക്കപ്പെട്ടവൻ. ആലയത്തിൽ വന്ന് അറിയാ ചെയ്ത തെറ്റിന് പ്രമാണം കൊടുത്തിരിക്കുന്ന ഓരോ നിയമം അനുസരിച്ച് യാഗം അർപ്പിക്കുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ചിരിച്ചോണ്ടല്ല പോകുന്നേ. ആലയം എന്തുവാ പറയുന്നേ? ശപിക്കപ്പെട്ടവനാ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയ നീതീകരണം, നമ്മൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ സന്തോഷത്തോടെയല്ലേ പോന്നേ? ചിരിച്ചുകൊണ്ടില്ലേ പോന്നേ? നമുക്ക് ആ നീതിയുടെ വില അറിയാത്തതുകൊണ്ട് ആരാധന കഴിഞ്ഞ ഉടനെ തന്നെ ഹോട്ടലിൽ പോയി ഒരു ആഹാരം കഴിച്ചിട്ട് നമുക്ക് ആരാധന ഒരു ചടങ്ങായി മാറി. യഹൂദനോട് ചോദിച്ചേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ വിഷയം, മരുഭൂമിയിൽ എന്താ? സർവശക്തന്റെ നീതി അനുസരിച്ച് നീ പാപം അറിഞ്ഞിട്ടില്ലെങ്കിലും കൊണ്ടുവന്നതാരാ? മനുഷ്യനായ ക്രിസ്തുവിനെ മരുഭൂമി കൊണ്ടുപോയതാരാ? വായിച്ചേ, ആരാ? ആരുടെ മുമ്പേ കൊണ്ടുപോയി നിർത്തി? ആരുടെ മുമ്പേ? സാത്താൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. അതിന്റെ രണ്ടാമത്തെ വാക്യം, വിശന്നു. അന്നേരം ആരാ വരുന്നേ? അത് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. പരീക്ഷകൻ ഏതൻ തോട്ടത്തിൽ വരുന്നവൻ എപ്പോഴാ വരുന്നേ? വിശന്നപ്പോ അതിന്റെ അർത്ഥം സ്വന്തം തീരുമാനത്തില് സ്വന്തം കഴിവില് ചെയ്യാൻ കഴിയുന്ന സമയത്തിലാ ആര് വരുന്നേ? പരീക്ഷകൻ വരുന്നത്. ആരയക്കുന്ന? ഗോതമ്പ് പോലെ പാറ്റാൻ എന്തോ ചോദിക്കും? അനുവാദം. സാഹചര്യം ആരുണ്ടാക്കി തരും? ദൈവം. ഏതൻ തോട്ടത്തിൽ നന്മയും തിന്മയുടെ വൃക്ഷം നട്ടതാരാ? ദൈവം. എന്താ? മനുഷ്യ, തീരുമാനിക്കാനുള്ള കഴിവ് നിന്റെ അകത്ത് ഞാനായിട്ടത്. ഇനി നീ വേണം സ്വയമേ തീരുമാനിക്കാൻ. നിന്റെ കഴിവിൽ നടക്കുമോ അതോ എന്നിൽ ആശ്രയിച്ച് മാത്രമേ നീ നടക്കത്തുള്ളൂ?
നമ്മുടെ ബലഹീനത പറഞ്ഞ പാപം കാരണം നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട്, എനിക്ക് സ്വയമേ ചെയ്യാം. മിക്കവാറും നമ്മൾ വിശ്വാസികൾ ചെയ്യുന്നതാ, സ്വയമേ ചെയ്യുന്നേ. നമ്മുടെ സ്വന്തമേ ഉണ്ടാക്കിയ പദ്ധതികളുടെ പുറത്ത് നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നേ? ദൈവമേ നിന്റെ എന്തോ വേണം? അനുഗ്രഹം വേണം. ഞാനൊരു വീട് ഉണ്ടാക്കാൻ പോവുക കർത്താവേ, അതിന് ആർക്കിടെക്റ്റിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അയൽവക്കക്കാരൻ്റെ വീടിനെക്കാട്ടും നല്ലതായിരിക്കണം. മറ്റവരുടെ എല്ലാം പടങ്ങളെല്ലാം കണ്ടിട്ട് ഞാനും ഭാര്യ ഒന്നിച്ചിരുന്ന് നല്ല ഉഗ്രൻ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവെ തന്ന ബുദ്ധിക്കായി സ്തോത്രം. കഴിവുണ്ടല്ലോ, പക്ഷേ അകത്തൊരു പേടിയുണ്ട്. കർത്താവെ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവെ ആശുപത്രി പോകുന്നു, ആ ഡോക്ടറുടെ കൈൻ്റെ പുറത്ത് നിന്റെ എന്തോ ഉണ്ടാകണം? അനുഗ്രഹം. ആ കത്തിയൊക്കെ നിന്റെ രക്തത്താൽ ഒന്ന് ശുദ്ധീകരിക്കണം കർത്താവെ. ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള എല്ലാ ആയുധങ്ങളുടെ പുറത്ത് നിന്റെ രക്തം ഒന്ന് തെളിക്കണം. ഇതാ പ്രാർത്ഥന. നീയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് പോകാമോ? ഇതെന്തുവാ പ്രാർത്ഥിക്കുന്നേ? ദൈവത്തെ ഇല്ലയോ പരിഹസിക്കുന്നേ? വണ്ടിയുടെ പുറത്തും രക്തം, പട്ടിയുടെ പുറത്തും വീടിന്റെ പുറത്തും. ഇത് ആരുടെ രക്തമാണേ? നമ്മൾ ശ്രദ്ധയോട്, അതുകൊണ്ടാണ് ഈ വചനം തന്നത്. സാത്താന്റെ വഞ്ചനയെ മനസ്സിലാക്കുക. 40 ദിവസവും വന്നേക്കുക. ചോദ്യം എന്തുവാ? വായിച്ചേ 3-ാമത്തെ വാക്യം. നീ ദൈവപുത്രനെങ്കിൽ അതിൽ പരീക്ഷ എന്താ? നീ എന്തിനാ പട്ടിണി ഇരിക്കുന്നത്? നീ എന്തിനാ വിശന്നിരുന്ന് ഇരിക്കുന്നത്? നിനക്ക് ചെയ്യാമല്ലോ. ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടിയ വല്ല ആവശ്യമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അവിടെ വന്നോ, നമ്മുടെ അടുത്തും വരുന്നുണ്ടോ? വന്നിട്ടുണ്ടോ? പറഞ്ഞാൽ നമ്മളൊക്കെ ആ കല്ലൊക്കെ അപ്പമാക്കാൻ കഴിഞ്ഞില്ല, എന്നിട്ടും ആ കല്ലൊക്കെ തിന്ന് പല്ലെല്ലാം പരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മളൊക്കെ ക്രിസ്തുയുടെ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ. ബ്രോ, നിനക്കറിയാവോ ഞാൻ ആരാടാന്ന്? കാരണം നമുക്ക് തന്നെ സംശയം. ക്രിസ്തുവിനെ അറിയാമായിരുന്നു അവൻ ആരാന്ന്? അറിയാമായിരുന്നു? അത് 30 വയസ്സ് വന്നപ്പോഴാണ് ബോധം തെളിഞ്ഞത്. ചിലർ പറയാറുണ്ട് 30 വയസ്സ് വരെ ഈ കാശ്മീരി വന്ന് യോഗ ചെയ്തിട്ട് കുറച്ച് വിവരം കിട്ടിയിട്ടാണ് തിരിച്ചു പോയത്. ബെത്ലഹേമിൽ പുൽത്തൊട്ടി കിടക്കുന്നവന് യോഗ വേണ്ട. ഇമ്മാനുവേല ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 12-ാമത്തെ വയസ്സ് ഈ ആലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ റബിമാരുടെ പ്രഷറെല്ലാം കൂടിയത്. ഇവനെ എവിടുന്ന് വന്നടാ? ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ഇവൻ ചോദിക്കുക. അവിടെ വരുന്ന വിഷയം കല്ല് അപ്പം ആക്കുക. നിനക്ക് കഴിയുമല്ലോ. കർത്താവ് എന്തോ പറഞ്ഞു? പൂർണ്ണ മനുഷ്യൻ. ദൈവത്വം വെളിപ്പെടുത്തിയോ? വെളിപ്പെടുത്താമായിരുന്നു. 4-ാമത്തെ വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്. അതിന്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ പ്രയാസമുണ്ട്, വിശപ്പുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ബലം തരുന്നത് ഈ അപ്പമല്ല, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് എനിക്ക് ബലം തരുന്നത്. ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന വചനത്തിൻ്റെ അർത്ഥം അവൻ്റെ ഹിതം എൻ്റെ ആഹാരമാണ്. ഞാൻ ഭക്ഷിക്കുന്നത് എന്തുവാ? ഞാൻ എന്തുവാ ഭക്ഷിക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ മക്കളുടെ കല്യാണം നടന്നില്ല,
പ്രയാസമുണ്ടെങ്കിലും പ്രാർത്ഥന എന്താ? എനിക്കൊരു പിതാവ് ഉണ്ട്, നിന്റെ തക്ക സമയത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അസുഖം വരുമ്പോൾ ആൾക്കാർ പറയാം ആശുപത്രി പോകാൻ. യെസ്, എനിക്കറിയാലോ ആശുപത്രി ഡോക്ടേഴ്സ് നല്ല ചെയ്യുന്നുണ്ട്. പക്ഷെ അവരും ശ്രമിക്കോ ഇല്ലയോ? ഞാൻ വെള്ളത്തിൽ മുങ്ങി ഈ ശരീരം ഉണ്ടാക്കിയവന്റെ കൈ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ എൻ്റെ വിശ്വാസം എന്തുവാ? വചനത്തിലുള്ള വിശ്വാസം എന്തുവാ? രക്തം കൊടുത്ത് ഞാൻ എൻ്റെ തീരുമാനത്തിലല്ല നിൽക്കുന്നേ. ഇന്ന് ചിലരുണ്ട് അവരുടെ സ്വയം തീരുമാനത്തിൽ നിൽക്കുക. എൻ്റെ തീരുമാനമല്ല, എൻ്റെ വിശ്വാസം ഏതാ? രക്തം കൊടുത്ത് വാങ്ങിയതാ. അവൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ടേ ഉള്ളൂ. മരണമേ നിന്റെ ജയം എവിടെ? മരണഭീതി മാറി. മരണം അടുത്ത് വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം എങ്ങോട്ട് പോവാ? വീട്ടിൽ പോവാ. ഭാര്യയും മക്കളുണ്ടല്ലോ, എന്താ ഭാരപ്പെടാത്തത്? അത് എൻ്റെ കൈ തന്നവനുണ്ട്. ഞാനല്ല ഇവരെ നടത്തിയത്, അവനാ നടത്തിയത്. ഞാൻ പോയാലും നടത്താൻ കഴിവുള്ളവനാ. അതാ നമ്മുടെ വിശ്വാസം. ഞാൻ നിൽക്കുന്ന പാറ ഏത്? ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? പക്ഷെ ഞാൻ സ്വയമേ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ അടുത്ത് എനിക്ക് ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ബലത്തിൽ, സ്വന്തം കഴിവിലല്ല ആശ്രയിക്കുന്നത്. ഞാൻ അവനെ കർത്താവായിട്ടാണ് വിളിക്കുന്നത്. രക്ഷകന മാത്രമല്ല, അവനാരാ? അവൻ എൻ്റെ കർത്താവ്. അവനായിരിക്കും തീരുമാനിക്കുന്നത്. എനിക്ക് വിശപ്പുണ്ടെങ്കിൽ അപ്പം റൊട്ടി ആക്കണോ വേണ്ട, അവൻ തീരുമാനിച്ചാൽ മതി. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ആരുടെ ഹിതം മാത്രം മതി? ദൈവഹിതം മാത്രം മതി. ശരീരത്തിൽ പ്രയാസമുണ്ട്. അതിന്റെ താഴെ നമ്മൾ നോക്കുമ്പോൾ 11-ാമത്തെ വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. ദൂതന്മാർ അവന്റെ അടുത്ത് വന്ന് ശുശ്രൂഷിച്ചു. കാരണം വായിച്ച ഗലാത്യർ 4:4-6 വരെ. Galatians 4:4-6. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ 4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നമ്മൾ പുത്രത്വം പ്രാപിക്കാൻ വേണ്ടി അവൻ സ്വയമേ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നു. ന്യായപ്രമാണം പറയുന്നത് എന്തുവാ? റോമൻസ് 6:23. റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ന്യായപ്രമാണം പറയുന്നത് എന്തുവാ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാദാനമോ? നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ ന്യായപ്രമാണം പറയുന്നത് അതോ ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നുണ്ടോ? ആരെയും നീതീകരിക്കത്തില്ല. ഒരു വഴിയുണ്ട്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കഥ അവസാനിക്കും. താഴെ നമ്മൾ വായിച്ച എബ്രായർ 2:10. ഹീബ്രൂസ് 2:10. സകലത്തിനും ലാഭവും സകലത്തിനും കാരണഭൂതനുമായവൻ
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഒന്നുകൂടെ വായിച്ചു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ചിന്തിച്ചു നോക്കിയേ, സകലത്തിനും ലാക്കും. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ഇറ്റ് ബിക്കേം ഹിം ഫോർ whom are all things and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. ഒന്നുകൂടെ അതിന്റെ താഴെ വായിച്ചേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിൽ നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ. ഏതാ? വയറ്റുവേദനയും തലവേദനയായിരുന്നു, പനിയൊക്കെ ആയിരുന്നു നമ്മുടെ കർത്താവിന്. യേശു ക്രിസ്തു അഥവാ ഈ വ്യക്തി തികഞ്ഞവനാക്കാൻ എഴുതിയേക്കുന്ന വാക്ക് എന്തുവാ? യുക്തമായിരുന്നു. ഏത് കഷ്ടങ്ങളാ? നമ്മൾ പറയുന്ന കഷ്ടം ഏതാ? നമ്മൾ ഇന്ന് ചിലരുണ്ട്, എനിക്ക് അയലൊക്കെ ചീത്ത വിളിക്കുന്നു, അത് എന്നെ എന്തുവാക്കുക, തികവോളം വളർത്തുക. അതൊന്നുമല്ല. ഞാൻ ഓൾറെഡി ഫെയിലായി. കാരണം അവർ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഞാനിവിടെ കരയാൻ തുടങ്ങി. കരയുന്നതിൻ്റെ കാരണം തിരിച്ചടിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവസരം കിട്ടിയാൽ തല്ലുകയും ചെയ്യും. ആ വെളി ചെന്ന് തല്ലാനൊക്കത്തില്ല. അതുകൊണ്ട് വാതിലടച്ച് അകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് മേളിൽ നിന്ന് തീ അയക്കണം, അവനെ ഒന്ന് നശിപ്പിക്കണം. ഞാൻ നിന്റെ ദാസനാണ്. ജയിച്ചോ തോറ്റോ പറഞ്ഞാട്ട് നമ്മൾ പറഞ്ഞ അതൊക്കെയാ കഷ്ടത. വയറ്റുവേദന അതാ കഷ്ടത. ഇതൊന്നും അല്ല കഷ്ടത. തികഞ്ഞവരാകാൻ ഈ വയറ്റുവേദനയും തലവേദനയും അല്ല കഷ്ടത. ദൈവഹിതം നിന്റെ ഹിതം. ദൈവഹിതം നിറവേറണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ സന്തോഷത്തോടെ സഹിക്കണം. സപ്പോസ് നമ്മുടെ സഭയിലെ വിശ്വാസിയ തൃശ്ശൂരിലെ IG അയലോക്കക്കാരന് ഒരു ചീത്ത വിളിച്ചാൽ മതി. വിളിക്കുമോ അദ്ദേഹത്തെ? വിളിക്കുമോ? നരേന്ദ്രമോദിയുടെ പേഴ്സണൽ സെക്രട്ടറി നമ്മുടെ പെന്തിക്കോസ് ഒരു വിശ്വാസിയാണ്. പുള്ളിക്കാരനെ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കുമോ? നമ്മുടെ എല്ലാ കൺവെൻഷൻ്റെ പുള്ളിക്കാരനെയും വിളിക്കുമോ? ബഹുമാനപ്പെട്ട സോ ആൻഡ് സോ. എവിടെ ഇരുത്തും? പുറയിലോ അതോ സ്റ്റേജിലും? പിന്നെ അവരായിരിക്കും നമ്മുടെ കൺവെൻഷൻ പ്രാസംഗ്യന്മാർ. പിന്നെ പോകാനിരിക്കുക എങ്ങോട്ട്? ഇവൻ പോകുന്നിടത്ത് നമ്മളെ പോകുള്ളൂ. കഷ്ടാനുഭവങ്ങളാ അവനെ തികഞ്ഞവനാക്കാൻ യുക്തം. എഴുതിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നമ്മൾ സഹിക്കുന്ന കഷ്ടതയെക്കാട്ടും കൂടുതൽ ഇദ്ദേഹം സഹിച്ചിട്ടുണ്ടോ? പറഞ്ഞാട്ട് ഈ മനുഷ്യത്വം സഹിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാരെയാ കാണിക്കുന്നത്? ക്രിസ്തു ആകുന്ന പൂർണ്ണ മനുഷ്യത്വം. നമ്മൾ എന്തുവാ സഹിച്ചത്? നമ്മൾ കരഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് അവിടെ ചെയ്യുന്നത് എന്തുവാ? പട്ടിണിയാണെങ്കിൽ പട്ടിണി തന്നെ ആയിക്കോട്ടെ. സാധാരണ ഞാൻ വിശപ്പ് സഹിച്ചോളാം, പക്ഷെ ഞാൻ സ്വയമേ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വിശപ്പ് സഹിച്ചോളാന്നേ, അതൊരു വലിയ വിഷയമല്ല. കാരണം എനിക്ക് കിട്ടുന്ന ബലം എവിടുന്നാ? ഈ അപ്പം കഴിക്കുന്നോണ്ടല്ല ബലം കിട്ടുന്നത്. എനിക്ക് കിട്ടുന്ന ബലം ദൈവഹിതത്തിൻ്റെ ആ ആഹാരമാണ്. ദൈവ വായിന്ന് വരുന്ന മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാ? വചനം പറയുമ്പോൾ എന്തുവാ? അന്നേരം ചൊല്ലിക്കൊണ്ടല്ല ഇരിക്കുന്നത്.
ചിലരുണ്ട് കാണാപ്പാടം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ചൊല്ലിയാൽ ഒരു പ്രയോജനവും ഇല്ലെന്നേ. അത് അതിനൊരു എക്സാമ്പിൾ, ചിലപ്പോൾ ഭൂതങ്ങൾ എന്തെങ്കിലും ശക്തികൾ വന്ന ഉടനെ തന്നെ യേശു രക്തം ചെയ്യും, യേശു രക്തം ചെയ്യും. അതെന്തിനാ ചൊല്ലുന്നേ? യേശു രക്തം നമ്മളെ ആരുടെയെന്നാ വിടുവിക്കുന്നത്? സാത്താനെ. യേശു രക്തം, യേശുവിൻ്റെ രക്തം നമ്മളെ ആരെയെന്നാ വിടുവിച്ചത്? പാപത്തിൽ നിന്ന്. ആരുടെയെന്നാ വിടുവിച്ചത്? പറഞ്ഞാട്ടെ. രക്തത്തിൻ്റെ അടയാളം നമ്മുടെ പുറത്തുള്ളത്. ആരുടെയെന്ന് വിടുവിക്കാനാ? ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് വിടുവിക്കാനാ. സാത്താൻ ഈ രക്തമായി ഒരു ബന്ധവും ഇല്ലാന്ന്. ഇത് സർവശക്തം നോക്കുന്നതാ. രക്തത്തിന്റെ അടയാളം കാണുമ്പോൾ സർവശക്തൻ എന്തുവാ മനസ്സിലാകുന്നേ? വില കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഓർത്തേക്കുന്ന ഈ രക്തത്തിന്റെ അടയാളം നമ്മളെ സാത്താനിൽ നിന്ന് രക്ഷിക്കാനാണ്. വചനം എന്തുവാ പറയുന്നത്? നമ്മളെന്തുവാ ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ നടപ്പ് കാണുമ്പോൾ ലോകം തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം നമ്മളോട് പറയുന്നത്, നീ സ്വർഗത്തിൽ പോകുന്നെങ്കിൽ ഞാനും പോകുന്നേ, അഥവാ ഞാൻ നരകത്തിൽ പോകുന്നെങ്കിൽ നീയും എൻ്റെ കൂടെ നരകത്തിൽ കാണും. അതിലൊരു സംശയമില്ല. കാരണം എൻ്റെ നടപ്പും നിന്റെ നടപ്പും വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ വിശപ്പ് സഹിച്ചോളാം, പക്ഷെ സ്വന്തം ഇഷ്ടം. പ്ലസ് 2 കൊരിന്ത്യൻസ് 5:21. 2 കൊരിന്തി 5:21. ഞാൻ തിരുതിയിൽ പോവുക. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവൻ. പാപം വന്നായിരുന്നു അടുത്ത്? ശ്രമിച്ചോ? പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാത്താൻ വന്നിട്ടുണ്ടോ? പക്ഷെ എന്തോ ചെയ്യുന്നില്ല, പിടി കൊടുക്കുന്നില്ലെന്നേ. എന്താ? അതുകൊണ്ട് നമ്മൾ വായിച്ച ലൂക്കോസ് 22. അതിന്റെ 39 തൊട്ട് വായിച്ചേ. പിന്നെ അവൻ പതിവ് പോലെ ഒരു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തിൽ എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മുൻപോട്ട് പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അത്ര മതി. അതിന്റെ കൂടെ മത്തായി 26:36 തൊട്ട്. അനന്തരം യേശു അവരുമായി ഗെത്സമനെ തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സഹോദരന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. അവിടെ എന്തോ എഴുതിയേക്കുന്നേ? ദുഃഖിച്ചും. മനുഷ്യനായ ക്രിസ്തു എന്തോ ചെയ്യുക? ദുഃഖിച്ചും വ്യാകുലപ്പെടുക. നല്ലപോലെ മനസ്സിലാക്കേണ്ട വിഷയം. ബ്ലൂ പെൻ. നമുക്ക് വിഷയം മനസ്സിലായല്ലോ. ഇതാരാ ദുഃഖിക്കുന്നത്? ദൈവത്വാണോ? ബ്ലൂ പെൻ ഹേവാ പേന ആരെങ്കിലും? നീല പേന ജസ്റ്റ് ഉണ്ട് ഇവിടെ കൈ. ഗത്സമന തോട്ടത്തിൽ ആരാ കാണുന്നത്? ഇതേം തന്നെയാണോ? ആണോ? അല്ല. ഗത്സമന തോട്ടത്തിൽ ഇങ്ങനെ ആണോ? അതോ ഇത് മാത്രമേ ഉള്ളൂ? പറഞ്ഞാട്ടെ. ഗത്സമന തോട്ടത്തിൽ ഇതേ ഉള്ളോ? ഇതില്ലയോ? ആ, ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ ഇതേ ഉള്ളോ? ഇതില്ലയോ? ആ, ഇതുണ്ടോ എപ്പോഴും? ആ, പുൽത്തൊട്ടിയിലുള്ളപ്പോൾ ഇങ്ങനാണോ? ആണോ? ഉറപ്പ്? 12ാമത്തെ വയസ്സ് ഇതിനുണ്ട്. ഇതിന് ഇതേതാ?
ഇതേതാ? നിത്യൻ. ഇതിന് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ? നിത്യനായ പിതാവ്. തച്ചപ്പണി ചെയ്യുമ്പോൾ, യോഹന്നാന്റെ മുമ്പേ ഇറങ്ങുമ്പോൾ ഉണ്ടോ? നിരാഹാരം ഇരുന്നപ്പോൾ ഉണ്ടോ? അവൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ആരായിരുന്നു? വായിച്ച യോഹന്നാൻ 5:25. ധൃതിയിൽ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഗെത്സമന തോട്ടത്തിൽ രക്തം തുള്ളിയായി വരുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേൾക്കണം. എപ്പോഴും ഓർക്കേണ്ടിയേ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോൾ എപ്പോഴും ഏതാ? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ. സോ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ഫോൺ ഉണ്ടല്ലോ, ഡുവൽ സിം. ഇതേത് സിമ്മില കോൾ വരുന്നത് നമുക്കറിയാമോ? അറിയാമോ? ഒരു ഫോണിൽ തന്നെ 2 സിമ്മുണ്ട്. കോൾ വരുമ്പോൾ 2 സിമ്മും ഒന്നിച്ചടിക്കാൻ തുടങ്ങത്തില്ല. അത് അടിക്കുമ്പോൾ നമുക്കറിയാം ഇതേത് നമ്പറിലാണ് വരുന്നത്. സെയിം നമ്മൾ വചനം പഠിക്കുമ്പോൾ സംസാരിക്കുന്നത് ഇതിലാണോ നല്ലപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വികാരം ചിന്തിച്ചേക്കുന്നത് ക്രിസ്തു ഇങ്ങനത്തതാണ്, ഇങ്ങനെ ആകെ കുഴഞ്ഞു കിടക്കുക. അതുകൊണ്ട് നമ്മുടെ നടപ്പും കുഴഞ്ഞതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത്. വചനം എഴുതിയ വ്യക്തി നമ്മുടെ കൂടെ ഉള്ളത് എന്തിനാ? വചനം തുറന്ന് തരാൻ. ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്ലോക്കൊക്കെ ഒന്ന് തിരിച്ചു വച്ചിരുന്നാൽ ആര് പഠിപ്പിച്ചു തരും? പരിശുദ്ധാത്മാ പഠിപ്പിച്ചു തരും. പ്ലസ് കർത്താവ് തൻ്റെ ദാസന്മാരെ ആക്കിയിരിക്കുന്നത് ഞായറാഴ്ച ആരാധന നടത്താനല്ല, വിശ്വാസികളെ തല്ലി വചനം പഠിപ്പിക്കാൻ. അതിനാ കർത്താവിൻ്റെ ദാസന്മാരുടെ തലയിൽ കൈവച്ച് ദൈവസഭയിൽ ആക്കുന്നത്. എന്തിനാ? നമുക്ക് വയറ്റുവേദനയുള്ളപ്പോൾ പ്രാർത്ഥിക്കാനല്ല, ആരാധന നടത്താനല്ല, വെള്ളത്തിൽ ജസ്റ്റ് മുക്കാൻ വേണ്ടിയല്ല, കത്രമേശയുടെ സമയത്ത് പാനപാത്രം തരാൻ മാത്രമല്ല, തല്ലി എന്തോ പഠിപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ സഭയുടെ ഒരു അമ്മയുടെ പോലെ ഇരിക്കുന്നത്. അമ്മയൊക്കെ മക്കളോട് എങ്ങനെ ചെയ്യുന്നത്? വേണ്ടിയതാണോ കൊടുക്കുന്നത്? അമ്മയാ തീരുമാനിക്കുന്നത് മക്കളെ എന്തുവാ ഭക്ഷിക്കേണ്ടിയത്. കഴിച്ചില്ലെങ്കിൽ കുറെ പ്ലേറ്റ് എടുത്തോണ്ട് ഓടി വരും. മൂക്ക് അടച്ച് പിടിച്ചാൽ, വാ അടച്ച് പിടിച്ചാൽ മൂക്ക് പിടിച്ച് അകത്തിട്ട് തരുന്നേ. നിന്നോട് വൈരാഗ്യമുള്ളതുകൊണ്ടല്ല, നിന്നെ സ്നേഹിക്കുന്നോണ്ടാ. നീ എങ്ങനെയെങ്കിലും വചനം പഠിക്കുക. വീടും വണ്ടിയല്ല വിഷയം. എങ്ങനെയെങ്കിലും ഈ ആഹാരം ഒന്ന് കഴിച്ചാൽ ബലം കിട്ടുന്നേ. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെ പിന്നെ പാസ്റ്ററെ വിളിക്കത്തില്ല, താനെ അതെല്ലാം എന്തോ ചെയ്യും. മരണത്തെ നോക്കി വിളിക്കും, മരണമേ നിന്റെ ജയം എവിടെ? സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വാക്ക്. ആമേൻ ആമേൻ. വായിച്ചേ, ഞാൻ നിങ്ങളോട് പറയുന്നത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ആരെ കുറിച്ച് പറയുക? അധികാരം കണ്ടോ? എന്റെ ശബ്ദം കേൾക്കും. ആര് കേൾക്കും? മരിച്ചവർ. ഉയർത്തെഴുന്നേക്കോ? ഏത് സിംഹ സംസാരിക്കുന്നത്? ഈ രണ്ടിലും ഏത് സിംഹ? നെക്സ്റ്റ് 9:35. തീർത്തിയിൽ കുറെ വാക്യങ്ങൾ. ചിലർ പറയുന്ന യേശു ക്രിസ്തു മനുഷ്യൻ, ചിലർ പറയുന്ന യേശു ക്രിസ്തു ദൈവം. യേശു ക്രിസ്തു ആരാ? അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു.
എന്താ ചോദിക്കുന്നേ? നീ ദൈവപുത്രനിൽ, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാമോ? നീ ദൈവപുത്രത്തിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിന് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രനും മനുഷ്യപുത്രനും. ഈ 2 വാക്കിന്റെ അർത്ഥം, മനുഷ്യപുത്രം അവന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു, ദൈവപുത്രം എന്തുവാ കാണിക്കുന്നത്? ദൈവത്വത്തെ കാണിക്കുന്നത്. അവന്റെ ദൈവത്വം വെളിപ്പെടുത്താമായിരുന്നോ? വെളിപ്പെടുത്താത്തതിന്റെ കാരണം, വെളിപ്പെടുത്തിയ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇതാരാ? അവൻ വന്നത് സ്വയമേ വെളിപ്പെടുത്താനല്ല, നമ്മളെ പ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് എന്തോ ചെയ്യണം? വിടുവിക്കാൻ വേണ്ടിയാ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 11:4, ജോൺ 11:4. യേശു അത് കേട്ടിട്ട്, ഈ ദീനമരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്ര എന്ന് പറഞ്ഞു. ഇതിലാണോ ഈ ദീനം? മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ. അതുകൊണ്ട് അസുഖമാന്ന് കേട്ടപ്പോഴേ അവിടെ എത്ര ദിവസം തങ്ങി? 2 ദിവസം. ഇവിടെ മരിച്ചു എന്ന് ആരെങ്കിലും വന്ന് പറയേണ്ട ആവശ്യം വന്നോ? ആ ശരീരത്തിൽ നിന്ന് ആത്മാ വിട്ട നിമിഷം ഇവിടെ അറിഞ്ഞോ? നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ആരെങ്കിലും പറഞ്ഞോ? സർവജ്ഞാനിയാണോ? പറയാ തന്നെ പോവുക. നെക്സ്റ്റ് 3:18, യോഹന്നാൻ 3:18. അവനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഇതാര് പറഞ്ഞതാ? യോഹന്നാൻ പറയുകയാണോ? ആര് പറയുക? യേശു ക്രിസ്തു സ്വയമേ പറയുന്നുണ്ടോ? ഏതിലാ? ഇതിലോ പറഞ്ഞേക്കുന്ന വാക്ക് എന്തുവാ? അവനിൽ തേർഡ് പേഴ്സണിൽ സംസാരിക്കുക. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാം? നീ ഞങ്ങളുടെ പോലെ 5 അടി ഏതാണ്ടേ ഉള്ളൂ. നീയൊക്കെ സംസാരിക്കുന്ന സംസാരമോ? അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. നീ എങ്ങനെയൊക്കെ സംസാരിക്കാനോ? ആരാ? നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷ ഗുരുക്കന്മാർ ഒത്തിരി വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നമ്മളുണ്ടാക്കിയ കുറെ ദൈവങ്ങളുമുണ്ട്. ആർക്കെങ്കിലും യേശു ക്രിസ്തു സംസാരിച്ച പോലെ അധികാരത്തോട് സംസാരിക്കാൻ നട്ടലുണ്ടായിരുന്നോ? എന്താ? അവരെ എല്ലാം അയച്ചവൻ വേറെ ആരാണ്ട. ഇത് അവൻ സ്വയമേ വന്നതാ. സ്വയമേ തക്ക സമയത്ത് സൃഷ്ടിതാവ് തന്നെ ഒരു സമയത്ത് ഈ ആലയത്തിൽ പാർത്തവൻ ആലയത്തിൻ്റെ വെളിയിൽ ഒന്ന് വന്നേക്കുക. എന്തിന്? വെളിയിൽ നടക്കുന്നവർക്ക് ആ തിരശീലം മാറ്റാൻ കഴിയത്തില്ല. ഞാൻ തന്നെ ആയിരിക്കും ആ തിരശീലകൾ മാറ്റി അകത്ത് വസിക്കുന്നത്. ഈ അധികാരത്തോട് ആർക്കും ഇന്ന് വരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കാണിച്ചതാണ്. അവനിൽ വിശ്വസിക്കുന്നവന് എന്തോ ഇല്ല? ന്യായവിധിയില്ല. മറ്റവരൊക്കെ വന്ന നല്ല സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അധികാരം എന്തിയേ? ഞങ്ങൾ വിശ്വസിക്കുന്ന നാസറത്തിലെ തച്ചൻ സംസാരിച്ച ഭാഷയെ സംസാരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അവൻ തച്ചനല്ല. അവൻ ആര്? ദൈവം മനുഷ്യനായി നടക്കുക. നെക്സ്റ്റ് മത്തായി 26:63-64. യേശു മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്ന ഉത്തരം പറഞ്ഞു.
ഉത്തരം യേശു അവനോട് ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞു. കരഞ്ഞോണ്ട് പറയാ. എന്തുവാ പറയുന്നേ? ചോദിക്കുന്നേ, മഹാപുരോഹിതൻ ചോദിക്കുന്നേ എന്തുവാ? നീ ഒന്ന് പറയടാ, നീ ആരാടാ? ആണേട്ട് എന്തോ ചെയ്യാ? I adjure thee by the living God that thou tell us whether thou be the Christ, the Son of God. മറുപടി വന്നേ, thou hast said. എനിക്കറിയാം ഞാൻ ആരാ, നിനക്കറിയത്തില്ല ഞാൻ ആരാ, പക്ഷെ എനിക്കറിയാം ഞാൻ ആരാ. നീ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 64 ഞാനാകുന്നു. നിങ്ങൾ കാണും. ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല. 27:43 അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവന് ഇവന് പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. വെളിപ്പെടുത്താമായിരുന്നോ? യഹൂദന്മാർക്ക് സംഭവിച്ച മിസ്റ്റേക്ക് എന്തുവാ? അവർ ആത്മാർത്ഥതയോടാ ചോദിക്കുന്നത്. ദൈവം കൊടുത്ത പ്രമാണം കാരണം ആ പ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ നമ്മുടെ കർത്താവ് എന്താ മിണ്ടാതിരിക്കുന്നത്? ഒന്ന് വെളിപ്പെടുത്തിയാൽ ഇവരുടെ സംശയങ്ങളെല്ലാം മാറത്തില്ലയോ? മാറുമോ? പറഞ്ഞാട്ടെ. ഇവരെല്ലാം ആത്മാർത്ഥതയോടല്ലയോ ചോദിക്കുന്നേ? വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ഞാൻ ആരാണ് എനിക്കറിയാം. എനിക്കൊരു സംശയമില്ല. ഞാൻ ഒരു സമയത്ത് വെളിപ്പെടുത്തും. പക്ഷെ വന്നത് വെളിപ്പെടുത്താനല്ല, മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്. സോ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഈ നിമിഷം തുള്ളാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം തന്നെ വെളിപ്പെടുത്ത്. ഇല്ല, ഞാനിപ്പോ ആലയത്തിന്റെ മേളിൽ നിന്ന് ചാടാനും പോകുന്നില്ല. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ്. നെക്സ്റ്റ് ലൂക്കോസ് 22:70-71. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്നാണ് പറയുന്നത്. ഞാനാകുന്നു എന്ന് പറഞ്ഞു, പക്ഷെ എന്തോ ചെയ്യുന്നില്ല, അവന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നില്ല. അധികാരത്തോട് പറയുന്നുണ്ടോ? നീ തന്നെയാണോ? മറുപടി എന്തുവാ? അല്ല, എനിക്ക് തോന്നുക. അല്ല, എൻ്റെ അമ്മ ഒരു ദർശനം കണ്ടതായിരുന്നു, എൻ്റെ അച്ഛനും ഏതാണ്ട് പറഞ്ഞുകൊണ്ടാ ഞാനും എനിക്കും തോന്നിപ്പോയി. ഒന്ന് ക്ഷമിക്കണം. അവനെ ക്രൂശി കയറ്റുമ്പോൾ, ക്രൂശി തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ സർവശക്തനല്ലായിരുന്നെങ്കിൽ കരഞ്ഞോണ്ട് ഇറങ്ങി വരുമോ? നിങ്ങളൊന്നും ചെയ്യല്ല, ഞാൻ തിരിച്ച് നാസറത്തിൽ ചെന്നാൽ തച്ചപ്പണി ചെയ്തോളാം. ഒന്ന് ക്ഷമിക്കണം. ഈ 12 എൻ്റെ പുറം നടന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു തോന്നൽ വന്നു പോയതാ. ക്ഷമിക്കണം, ഞാൻ ഇനി തൊട്ട് ഈ മണ്ടത്തരം കാണിക്കത്തില്ല. ഞാൻ ആ തച്ചപ്പണി പിന്നെ ഇത്ര അടി എല്ലാം കെട്ടിയിട്ടും പറയുന്നത് ഞാൻ ആകുന്നു. നെക്സ്റ്റ് ജോൺ 5:18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിന് സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. 10:33. യഹൂദന്മാർ അവരോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. മത്തായി 13:41.
മനുഷ്യപുത്രൻ അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. 41 ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. ഏത് ഭാഷയാ? ആരാ സംസാരിക്കുന്നേ? അധികാരം കണ്ടോ? പറയുന്ന ഭാഷ എന്തുവാ? മനുഷ്യപുത്രൻ തന്നെ തന്റെ ദൂതന്മാരെ അയക്കും. അടുത്തത്, അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. 25:31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. 33 വരെ. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അതിന്റെ താഴെ രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. അത് 46 വരെ പിന്നെ വായിച്ചാൽ മതി. അവിടെ പറയുന്നത് നിങ്ങൾ വരുവീ, അനുഗ്രഹിക്കപ്പെട്ടോർ, പിന്നെ ശപിക്കപ്പെട്ടോർ, ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. 28:18. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവൻ ആരാ? മനുഷ്യനായി വന്ന് വില കൊടുത്ത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തുവാ? സകല അധികാരം നൽകപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് മത്തായി 5:20. ഇത് നിങ്ങൾ പിന്നെ എഴുതി വീട്ടിൽ ചെന്ന് ധ്യാനിച്ചാൽ മതി. ചിലർ പറയുന്നുണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ, ഒരു പ്രവാചകൻ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കില്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ 22. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനെ നിസാരൻ എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. 28. ഞാനും നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. 32. ഞാനും നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. 34. ഞാനും നിങ്ങളോട് പറയുന്നത്, അപേക്ഷ സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, ആ ദൈവത്തിന്റെ സിംഹാസനം. 39. ഞാനും നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചെയ്തിട്ട് അടിക്കുന്നവനെ മറ്റേ തിരിച്ചു കാണിക്കാം. 44. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്തുവാ? മറ്റൊരു സംസാരിക്കുന്ന ഭാഷ. ഇവർ ഇത് പറഞ്ഞു, മറ്റേത് അത് പറഞ്ഞു, ഇവർ ഇത് പറഞ്ഞു. ഇവിടെ ഒരുത്തൻ എന്തുവാ പറയുന്നത്? ഞാൻ പറയുന്നു. നിനക്ക് ഇത്ര അധികാരം എവിടുന്ന്? ഞാനില്ലയോ തീരുമാനിക്കുന്നത്? വേറെ ആരുമല്ല, ഞാൻ പറയുന്നു. നമ്മൾ നിൽക്കുന്ന പാറ ഏതാ? നമ്മൾ ഉണ്ടാക്കിയ ഒരു ദൈവമാണോ, അതോ ദൈവം മനുഷ്യനായി വന്നതാണോ? ഞാൻ ആരാ വിശ്വസിച്ചേക്കുന്നത്? പിന്നെ എന്തിനാ ഇത്ര അളക്കം? നെക്സ്റ്റ് വായിച്ചേ, മത്തായി 12:8. ജസ്റ്റ് വാക്യങ്ങൾ പറഞ്ഞു പോവുക. മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. ഇംഗ്ലീഷ്, ഫോർ ദ സൺ ഓഫ് മാൻ ഇസ് ലോർഡ് ഈവൻ ഓഫ് ദ സബത്ത്. പ്രമാണത്തിന്റെ എന്തുവാ അടയാളമില്ലയോ? നമ്മുടെ ഈ കർത്താവ് ചെയ്തതൊക്കെ എന്തുവാ? അടുത്ത മർക്കോസ് 2:28. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നു പറഞ്ഞു. ലൂക്കോസ് 6:5.
മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നത് അവരോട് പറഞ്ഞു. പുറപ്പാട് 31:12 തൊട്ട് വായിച്ച് 12 തൊട്ട് 17 വരെ. പുറപ്പാട് 31:12 തൊട്ട് 17 വരെ. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, നിങ്ങൾ എന്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യ ഒരടയാളമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കണം. അശുദ്ധം ആക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും ഒന്ന് വേറെ ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. 6 ദിവസം വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആദ്യാൽ ഇസ്രായേൽ മക്കൾ തലമുറ ശബത്തിനെ നിത്യനിയമമായി ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം. അതുകൊണ്ട് യഹൂദന്മാർ വന്ന് പറയുന്നത്, ശബത്തിന്റെ ദിവസം ഇല്ലേ ഒരുത്തനോട് പറഞ്ഞ എന്തു ചെയ്യാനാ? ബെത്തസ്ത കൊള്ളത്തിൻ്റെ അടുത്തിരുന്നവൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ ആശാൻ കട്ടിലെടുത്തോണ്ട് അങ്ങ് പോയി, പുള്ളിക്കാൻ വല്ല പിടിയുണ്ടോ, ഇന്ന് സബത്താണ്. അന്നേരം നമ്മുടെ അച്ചാന്മാരെല്ലാം പറഞ്ഞു, ഇന്ന് എന്തുവാ? നിന്നോട് ആരാ പറഞ്ഞു? എന്നോട് ഒരുത്തൻ പറഞ്ഞു ചെയ്യാൻ, ഞാനങ്ങ് ചെയ്തേ. നല്ലോണം മനസ്സിലാക്കണം, പ്രവൃത്തി മുഖാന്തരം കാണിക്കുന്നത് എന്തുവാ? ഞാൻ സബത്തിന്റെ പുറത്തോടും സബത്തിന്റെ മേളും ഞാൻ ആരാ? പ്രവൃത്തി കണ്ടോ? സംസാരം മാത്രമല്ല, ഇവരെല്ലാം ഇളകി വന്നിട്ടും അവരെ കൊല്ലാൻ എന്താ കഴിയാത്തത്? കല്ലൊക്കെ എടുത്തോ? നാസറത്തിൽ നിന്ന് അവിടെ നിന്ന് ഉന്തി തള്ളിയിടാൻ ശ്രമിച്ചോ? കൊല്ലാൻ കഴിയുന്നുണ്ടോ? പ്രമാണമുണ്ടല്ലോ, കൊല്ലുന്നേ, കല്ലെടുക്കുന്നേ. ഞാൻ ഏൽപ്പിക്കാതെ നിങ്ങൾക്ക് ആർക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ കത്തിയോ വടിയോ എടുത്തോണ്ടല്ല നടക്കുന്നത്. എൻ്റെ കൂടെ ഒരു സൈന്യമില്ല, മറ്റവർക്ക് സൈന്യങ്ങളാണ്. നമ്മുടെ കർത്താവിന് ഒരു സൈന്യവും. അവിടെ പറഞ്ഞ സബത്തിനെ ലംഘിക്കുന്നവനെ കല്ലുണ്ടല്ലോ, എടുക്കടാ, കൊല്ലടാ, എന്നെ ശ്രമിക്ക്, കഴിയത്തില്ല. ഞാൻ ഏൽപ്പിക്കുന്ന നിമിഷം വരെ തൊട്ടെ. നെക്സ്റ്റ് മത്തായി 28:19-20. മത്തായി 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഈ അധികാരം എങ്ങനെ? നെക്സ്റ്റ് അതിന് താഴെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. ഞാൻ ചുമ്മാ ജസ്റ്റ് ചില കാര്യങ്ങൾ കഥകൾ പറഞ്ഞിട്ട് പോയതല്ല. ഞാൻ നിങ്ങളോട്, ഞങ്ങൾ ഈ ധൈര്യത്തോടൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഒരു കൽപ്പന കിട്ടിയിട്ടുണ്ട്. കൽപ്പന തന്നവൻ ആരാ? ഞങ്ങളുടെ പോലെ ഇരിക്കുന്ന ഒരു 5 അടി ഏതാണ്ട് ഇഞ്ചിൻ്റെ ഒരു വ്യക്തിയാണ്. പക്ഷേ അവനൊരു മനുഷ്യനല്ല. അവനാരാ? കൽപ്പന തന്നതാ. അതുകൊണ്ട് ഞങ്ങളെ കൊന്നാലും ഒരു പ്രശ്നമില്ല. അന്ത്യം വരെ എന്തോ ചെയ്യും? ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യും. 19:28 വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുതുലോകത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. സത്യമായി നിങ്ങളോട് പറയുന്നു. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, ജസ്റ്റ് മേളിൽ പറഞ്ഞു പോവാം. വായിച്ചേ, മർക്കോസ് 2:7. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്കോസ് 7:49, 7:49.
അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. മത്തായി 9:3. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ള കൊണ്ട് പറഞ്ഞു. ലൂക്കോസ് 5:24. എന്നാൽ ലൂക്കോസ് 5:24. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞു. പാപം ക്ഷമിച്ചോ? അതിന്റെ അടയാളം എന്തുവാ? കട്ടിലെടുത്തോണ്ട് നടന്നത്. നെക്സ്റ്റ് യോഹന്നാൻ 2:19-21 വരെ. ജോൺ 2:9. യേശു അവരോട് ഈ മന്ദിരം പൊളിക്കുകയും ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. ഈ മന്ദിരം ഒന്ന് എന്താ ചെയ്യും? പൊളിക്ക്. ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞോ? ക്രൂശി കയറ്റി 3 നാൾ എഴുന്നേറ്റോ? ചരിത്രമാണോ കഥയാണോ? പറഞ്ഞാട്ട് നമ്മുടെ കർത്താവ് അഥവാ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? പറഞ്ഞാട്ടെ. ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ സംസാരിച്ച ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എവിടാ കല്ലറ തുറന്നിരിപ്പുണ്ടോ? ഈ മന്ദിരം തകർത്താൽ എന്താ ചെയ്യും? 3 ദിവസം. 10:18. ആരും നമുക്കാരെങ്കിലും പറയാൻ ഒക്കുവോ ഞാൻ മരിക്കത്തില്ലെന്ന്? ചിലരുണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാകത്തില്ലെന്ന്. ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കർത്താവിൻ്റെ ദാസനും ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ ഉണ്ടാവില്ല, മരണം അല്ലേ? പോയോ? ഇവിടെ ഒരുവൻ പറയുന്ന വാക്ക് എന്തുവാ? ഞാൻ ആരും അതിനെ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കർത്താവും നമ്മുടെ ശരീരം തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ചിന്തിക്കാൻ. ഇത്ര അടിയൊക്കെ കിട്ടിയിട്ട് വീണും എഴുന്നേറ്റ് ഗോൽഗോത്തായി പോയോ? ബോധം പോയോ? നമ്മുടെ കർത്താവ് ബോധം കേട്ടോ? അന്ത്യം വരെ സംസാരിക്കുന്ന ഭാഷ ക്ലിയർ ആയിരുന്നോ? നമ്മളൊക്കെ ഇത്ര അടി കിട്ടിയാൽ എൽഡോ പാസ്റ്ററെ തോളയുടെ എടുത്തോണ്ട് പോകേണ്ടി വരും ഇല്ലേ? ഇത്ര അടി കിട്ടിയിട്ടും സഹോദരിമാർക്ക് എന്തോ പറയുന്നേ, എനിക്ക് വേണ്ടി ഒന്നും കരയണ്ടേ, നിങ്ങൾക്കും ഇത്രയും മനസ്സ് കട്ടിയുണ്ടോ? ശ്രമിച്ചോ നോക്കിക്കേ ഇതിനെ അകത്തുനിന്ന് എടുക്കാൻ. മനുഷ്യ, നീ എന്തോ ശ്രമിച്ചാലും ഞാൻ കൊടുക്കാതെ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് വെളി പോവില്ല. നീ എന്തോ വേണമെങ്കിലും ചെയ്തോന്നേ. ക്രൂശി തൂങ്ങി കിടക്കുമ്പോൾ പറയുന്നത് എന്തുവാ? പിതാവേ, ഈ ആത്മാവിനെ പറഞ്ഞോ? അതോ നമ്മളൊക്കെ അടിച്ചു കൊന്നതാണോ ഇദ്ദേഹത്തെ? നമ്മൾ ഇത്ര അടിച്ചിട്ടും മരിക്കുന്നില്ലെന്നേ, പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ. നമ്മളൊക്കെ ആണെങ്കിലോ ക്രൂശി കൊണ്ടുവന്ന് എത്തുന്ന മുമ്പേ തന്നെ നമ്മൾ ചാകുന്നേ. ക്രൂശി കയറ്റേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുമ്പേ തന്നെ നമ്മളങ്ങ് പോകും. ഇപ്പോൾ ഒരു തലവേദന വന്നാൽ മതി, അയ്യോ എന്ന് പറഞ്ഞുകൂടാ. പറഞ്ഞത് നമ്മുടെ സഹിക്കുന്നതിൻ്റെ അപ്പുറം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നേ. ചിലരുണ്ട് ഇത് വേദന കൂടുമ്പോൾ നിങ്ങൾ കൃപയ്ക്കായി എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാനിത് ഏൽപ്പിക്കാത്ത നിമിഷം വരെ ആർക്കും ഇതിനെ കഴിയില്ല. നെക്സ്റ്റ് 5:25 ജോൺ 5:25. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരും. 28-29.
ഇതിൽ ആശ്ചര്യപ്പെടരുത്. കലകളിലുള്ളവർ എല്ലാവരും അവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരും. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പറയുന്നത് എന്റെ മുഖം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തോ കിട്ടത്തുള്ളൂ? ആശ്വാസം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ 20:28. ഞാൻ ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവാം. തോമസൻ എന്തോ പറഞ്ഞു? എന്റെ കർത്താവും അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. ഞാൻ മനുഷ്യനാ, ഞാൻ നിന്റെ പോലത്തെ തന്നെ, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞോ? തോമാച്ചൻ പറയുന്നത് എൻ്റെ കർത്താവും. ആരാധന സ്വീകരിച്ചോ? എന്താ അവനാര്? യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അത് സെയിം യോഹന്നാൻ മത്തായി 11:27 വായിച്ചേ. എന്റെ പിതാവ് സകലവും പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. സെയിം 14:1 ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകല്ലേ. പറയുന്നത് എന്തുവാ? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ എന്നിലും വിശ്വസിക്കണം. അതിന്റെ അർത്ഥം ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ആർക്ക് കൊടുക്കണം? നമ്മുടെ പൂർണ്ണ വിശ്വാസമാ ആഗ്രഹിക്കും. 4:10 തൊട്ട് വായിച്ചേ. യോഹന്നാൻ 4. चार का 10 से 4:10 onwards, 10 to 14. हाँ 10 തൊട്ട് 14 വരെ. അതിന് യേശു, ഈ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഉത്തരം പറഞ്ഞു. സ്ത്രീ അവരോട്, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറാഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്, അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. 6:53 John 6:53. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവരുടെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ഇത്രയെല്ലാം സംസാരിച്ച ആ കർത്താവിനെ ജസ്റ്റ് നമ്മൾ ക്ലോസിംഗ് വരുമ്പോൾ മത്തായി 26:38 നമ്മൾ മുമ്പേ വായിച്ച ആ വാക്യം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്റെ ഉള്ളം മരണവേദന പോലെ. ആരാ? ഇത്രയും വാക്യങ്ങൾ വായിച്ചപ്പോൾ ഇത് ക്ലിയർ ആയോ? അവൻ ആരാ? അവനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും അധികാരത്തോട് വേറെ ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? ഞാൻ ജസ്റ്റ് വാക്യങ്ങൾ എടുത്തതേ ഉള്ളൂ. അതിന് എക്സ്പ്ലനേഷൻ വേണ്ട. വചനത്തിൽ തന്നെ ബലമുണ്ട്. നമ്മുടെ കർത്താവിന് ആരുടെയും ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യം ഇല്ല. അവൻ പറഞ്ഞ വാക്കിന് തന്നെ ബലമുണ്ട്.
പൂർണ്ണ ദൈവമാണോ? പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഗെത്സമനായി കാണുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? മൈ സോൾ ഈസ് എക്സീഡിംഗ്ലി സോറഫുൾ ഈവൻ അൺടു ഡെത്ത്. ടാരി ഹിയർ ആൻഡ് വാച്ച് വിത്ത് മീ. മലയാളം 38. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് അവർ എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ആരാ പറയുന്നത് ഇതിൽ? ദൈവത്വം മാറിയോ? മാറി. ഇതേ ഉള്ളോ പറഞ്ഞാട്ട്? ഗെത്സമന തോട്ടത്തിൽ ഇതുണ്ടോ? ഇല്ല. പറഞ്ഞാട്ട് ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് വരുന്നേം പോകുന്ന പോലെയാണ്. ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇടയ്ക്കിടയ്ക്ക് വെളി വരും, ഇടയ്ക്കിടയ്ക്ക് വെളി വന്ന് പോകും. അങ്ങനെയാണ്. തോട്ടത്തിൽ മുമ്പേ തന്നെ അറിയാമോ ചുംബിക്കാൻ വരുന്നവനാര്? മേശ ഇരുന്നപ്പം പറഞ്ഞായിരുന്നോ നിങ്ങളിൽ എനിക്കൊരു തോന്നലുണ്ട്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ഒരുത്തൻ എന്നെ പിടിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. അറിയാമായിരുന്നോ? പിടിച്ചോ? മനസ്സിന്റെ കട്ടിയൊന്ന് നോക്കിയ യൂദാവിന്റെ. നീ ഇപ്പഴാ പദ്ധതി ഉണ്ടാക്കിയേ. നിന്റെ ആത്മാവിനെ സൃഷ്ടിക്കുന്ന മുമ്പേ തന്നെ എനിക്ക് അറിയാം നീ ആയിരിക്കും. നീ ജനിക്കാതിരുന്നായിരുന്നെങ്കിൽ. പറഞ്ഞായിരുന്നു? പറയുന്ന വാക്കാരാ? അവനെ സൃഷ്ടിച്ചവൻ. പിന്നെ നീ എന്തിനാ ഇവനെ ഭൂമിയിൽ അയച്ച്? നീതിമാനായതുകൊണ്ട് യൂദാവേ, നിനക്കും തീരുമാനിക്കാനുള്ള കഴിവ് ഞാൻ തരുക. പക്ഷെ അയ്യോ കഷ്ടം, എനിക്കറിയാം നീ തീരുമാനിക്കുന്നത് എന്തുമായിരിക്കും. നരകത്തിൽ മനുഷ്യൻ പോകുന്നവന് മുമ്പേ തന്നെ അറിയാമോ? പിന്നെ അവരെ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? നീതിമാനായതുകൊണ്ട് നമുക്ക് എന്തോ തരുന്നുണ്ട്? അവസരം തരുന്നുണ്ട്. നാളെ പറഞ്ഞേക്കല്ലേ എനിക്ക് അവസരം കിട്ടിയില്ല. ഇവിടെ പറയുന്നത് എന്തുവാ? നിങ്ങളൊന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിക്കാൻ പോവുക. ഇവരുടെ കൂടെ എന്താ ഇരുന്ന് പ്രാർത്ഥിക്കാത്തത്? നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച്, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊക്കെ കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരം ഉറക്കം വരുന്നേ. പക്ഷെ നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിയേ, 3 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, എനിക്ക് തന്നെ കുറച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് ദൂരം പോയോ? തന്നെ ഇരുന്ന് എന്തോ പറയുന്നേ? 39. കവന്നു വീണ് പിതാവേ കഴിയുമെങ്കിൽ എന്നാലും അവിടെ നമ്മൾ ക്ലോസിംഗ് കാണുന്നത് നമ്മുടെ കർത്താവിന്റെ പൂർണ്ണ മനുഷ്യത്വം. കഷ്ടം സഹിച്ച് തികഞ്ഞവനായി പറയുമ്പോൾ ഏത് കഷ്ടതയാ! ഈ മനുഷ്യനായി ഭൂമിയിൽ നടന്നപ്പം പനി വന്നതും അതൊക്കെ അല്ല. കഷ്ടത ഏതാ? പിതാവിന്റെ ഹിതമോ സ്വന്തം ഇഷ്ടമോ? അന്നേരം വരുന്ന ആ കഷ്ടത. രക്തം എങ്ങനെ വീഴുന്നേ? പറഞ്ഞാട്ട് തുള്ളി തുള്ളിയായി വീഴുക. എന്താ? പിതാവിന്റെ ഹിതം. ഒക്കുവാണെങ്കിൽ പാനപാത്രം ഒന്ന് മാറ്റണം. ഞാൻ ആ പാനപാത്രത്തിന്റെ വിഷയത്തിൽ വരുന്നില്ല. എന്നിട്ടും അതിന്റെ താഴെ പറയുന്ന പ്രാർത്ഥന എന്തുവാ? എന്റെ ഹിതമല്ല, പറഞ്ഞത് എന്തുവാ? നോട്ട് ആസ് ഐ വിൽ. നമ്മുടെ കർത്താവ് തകർന്ന ശരീരം എടുത്തോണ്ട് ഈ ഭൂമിയിൽ വന്നു. എത്ര പ്രായം വരെ?
33. ആദാമാണെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ നിന്നല്ല വന്നത്. ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നോ തോട്ടത്തിലുള്ളപ്പം? ഉണ്ടോ? മരണത്തിന്റെ മണമുണ്ടോ? തോലിന്റെ വസ്ത്രം പിന്നെയായിട്ടത്. അകത്തുള്ളപ്പം സർവശക്തന്റെ കൂടെ നടക്കുകയായിരുന്നു. എന്നിട്ടും സ്വന്തം ഇഷ്ടത്തിനായി തീരുമാനിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയവൻ പാപജഡത്തിന്റെ സദൃശ്യത്തിൽ വന്ന് നമ്മൾ ആരും സഹിക്കാത്ത പരിശോധനകൾ സഹിച്ചിട്ടും പാപത്തിനകത്ത് തൊടാൻ കഴിയുന്നില്ല. ജയം പ്രാപിച്ചത് എങ്ങനെ? സ്വന്തം തീരുമാനിക്കുന്ന കഴിവിൽ എന്തുവാ തീരുമാനിച്ചേക്കുന്നേ? രക്തം തുള്ളിയായി വീണാലും പട്ടിണി കിടന്നാലും നിന്റെ ഹിതം മാത്രം മതി. ഈ പാനപാത്രം ഒന്ന് നീങ്ങണമെന്ന് പറയുമ്പോഴും പറയുന്നത് എന്തുവാ? തിരുഹിതം മതി. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം 3:21. ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് ഇത് നിന്നോട് ജയിക്കാൻ മാത്രമല്ല പറയുന്നത്, ഞാനും ജയിച്ചതാ. മണവാട്ടി ആർക്കാകാൻ കഴിയും? അവൻ ജയിച്ചതുപോലെ സ്വയം തീരുമാനിക്കുന്ന കഴിവില് ഞാൻ വേണം തീരുമാനിക്കാൻ. എന്റെ ഇഷ്ടമോ അതോ പിതാവിന്റെ ഇഷ്ടം മാത്രം മതി. നമ്മളൊക്കെ വീണ് പോകുന്നതിന്റെ കാരണം സാത്താനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ തീരുമാനിക്കാനുള്ള കഴിവ് ഞാൻ എന്തുവാ തീരുമാനിച്ചേക്കുന്നത്? ദൈവത്തെക്കാട്ടും കൂടുതൽ ഞാൻ എന്നെ തന്നെയാ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു കാറ്റ് വന്നാ മതി, ഉരുണ്ട് താഴെ കിടക്കുക. പിന്നെ എല്ലാ പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് വരുമ്പോ പറയുന്ന ചൊല്ലല എന്തുവാ? പറഞ്ഞാട്ട്, എന്നെ ഒന്ന് ക്ഷമിക്കണമേ. ഒരു പനി വന്നാ മതി, മരണത്തിന്റെ ഭീതിയാ, വേദന കുറച്ചുപോലും സഹിക്കാൻ കഴിയുന്നില്ലെന്നേ. രക്തസാക്ഷികൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുമ്പോൾ എനിക്കൊരു തലവേദന സഹിക്കാൻ കഴിയുന്നില്ലയോ? അവരും നമ്മുടെ പോലെയുള്ള മനുഷ്യരാണോ? വിശുദ്ധന്മാരുടെ രക്തത്തിന്റെ പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ ജയിക്കുന്നവൻ മാത്രം എനിക്ക് മതി. ഞാൻ ജയിച്ച പോലെ ജയിക്കുന്നവൻ എന്നോട് കൂടെ വില കൊടുത്തോ? പാപം അറിയാത്തവൻ പാപമായോ? മരിച്ചവർ ഇന്ന് ഉയർത്തെഴുന്നേറ്റോ? നമ്മൾ ആ യേശുവിൽ വിശ്വസിച്ച ആ നിമിഷം പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയോ? പറഞ്ഞാട്ടെ, കിട്ടിയോ? ഇല്ലയോ? കിട്ടിയോ? മറ്റൊരു പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമുക്കിനി ഒന്നും ചെയ്യണ്ട. എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചവൻ. നീ കാത്തിരിക്കുന്നത് എന്തിനാ? ജയിക്കുന്നവർ. നമുക്ക് ആരുടെ പുറത്താ ജയം വേണ്ടിയത്? എൻ്റെ ഉള്ളിൽ ആരുണ്ട്? സാത്താനല്ല, വഷളായ ജഡം അകത്തുണ്ട്. ജയം പ്രാപിക്കാൻ കഴിയുമോ? പറഞ്ഞാട്ടെ. പ്രയാസമുള്ള വിഷയമാണ്. ജഡത്തിന്റെ പുറത്ത് ജയം പ്രാപിക്കാൻ കഴിയുമോ? കഴിയാത്തതിൻ്റെ കാരണം ഞാൻ സ്വയമേ അതിൻ്റെ പുറത്ത് ജയം പ്രാപിക്കാനാ ശ്രമിക്കുന്നേ. നമ്മുടെ ജഡത്തിനെ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയത്തില്ല.
അവൻ്റെ കൈ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ജയജീവിതത്തിൽ അവൻ നടത്തും. നമ്മളെ നടത്താൻ കഴിവുള്ളവനാ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. നടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവനിലല്ല ആശ്രയിക്കുന്നത്, സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് നടക്കുന്നുണ്ടാ പിന്നെയും വീഴുന്നത്. വീഴാൻ അനുവാദം തരുന്നത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കുക. നിനക്ക് സ്വന്തമേ നടക്കാൻ കഴിയത്തില്ല, ഏൽപ്പിച്ച് താ, എന്റെ ഹിതത്തിനെ ഏൽപ്പിച്ച് താന്നേ. ജയജീവിതം അത്ര പ്രയാസമുള്ള വിഷയമല്ല. ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ സ്വയമേ വേണം തീരുമാനിക്കാൻ. അവൻ തരുന്ന എങ്ങനത്തെ പാനപാത്രമാണെങ്കിലും അവനെ എന്നെ ഏത് സാഹചര്യത്തിലാക്കിയാലും എനിക്ക് അത് മതി. പഴയ നിയമ ഭക്തൻ യോസേഫിന് അവന്റെ അടുത്ത് 44 വന്നപ്പോ അതൊരു വലിയ വിഷയമായിരുന്നോ? പറഞ്ഞാട്ടെ, യോസേഫിന് അതൊരു വലിയ വിഷയമാണോ? അല്ലല്ലോ. ഈ പരിശോധന ഒന്നും വലിയ പരിശോധനയല്ല. നമ്മുടെ ആഗ്രഹങ്ങളാ ഈ പരിശോധന വലിയതാക്കുന്നത്. നല്ലപോലെ മനസ്സിലാക്കണം. സാത്താൻ ഒരു ചിന്ത മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അകത്ത് ആഗ്രഹമില്ലെങ്കിൽ ആ ചിന്തയുടെ പുറത്ത് ജയം പ്രാപിക്കാൻ ഒരു വലിയൊരു കാര്യം. വീഴുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്തതിൻ്റെ ഒട്ടേറെ കാരണം എൻ്റെ അകത്ത് ചില ആഗ്രഹങ്ങൾ കിടപ്പുണ്ട്. അവൻ മനുഷ്യനായി ഭൂമി വന്ന്, സർവശക്തൻ തന്നെ ഭൂമി വന്ന് വില കൊടുത്തത് എന്തിനു വേണ്ടി? അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പേ കർത്താവേ, തിരുഹിതം മാത്രം എനിക്ക് മതി. നമ്മുടെ കർത്താവ് ക്രൂസിന്റെ ആ യുദ്ധം ജയിച്ചത് എവിടാ? ഗെത്സമനയിൽ 3 പ്രാവശ്യം പാനപാത്രം കുടിച്ചോ? അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് എന്തുവാ? നമുക്ക് പോകാം. ഞാൻ തീരുമാനിച്ചാൽ, അവൻ്റെ ഹിതം മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ സാത്താൻ എത്ര ശ്രമിച്ചാലും നമ്മളെ വീഴ്ത്തുവാൻ കഴിയത്തില്ല. വീഴ്ത്തുന്നതിൻ്റെ കാരണം സാത്താനല്ല. ഞാൻ എന്തോ ആഗ്രഹിക്കുന്നേ? അവനെ സ്നേഹിക്കാൻ ഒക്കത്തില്ലെന്നേ. അവൻ വിശ്വസ്തനല്ല. ഇടയ്ക്കൊക്കെ അങ്ങ് വിടും. മക്കളുടെ കാര്യമൊക്കെ അവനെ കൊണ്ട് കഴിയത്തില്ല. പ്രായമായി, പ്രവാചകനില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അതാണ് നമ്മുടെ ചിന്ത. നമുക്കൊരു പിതാവുണ്ടോ? പറഞ്ഞോട്ടെ, ഉണ്ടോ? ജീവനുള്ള ദൈവമാണോ? അബ്ബ വിളിക്കാനുള്ള അധികാരമുണ്ടോ? പിന്നെ നടക്കാൻ എന്താ ഇത്രയും പ്രയാസം? ക്രിസ്തീയ ജീവിതം ഒരു മതമല്ല, ഈ ദൈവമായിട്ടുള്ള ആ ബന്ധമാണ്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ? അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ്റെ സാന്നിധ്യം നമുക്കിപ്പോൾ അനുഭവിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം, തിരുഹിതം മാത്രം മതി. ജലത്തിലുള്ള സ്നാനം എന്തുവാ? കർത്താവേ, ശരീരം കൂടെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൻ്റെ പുറയുള്ള ആഗ്രഹം തരുവാൻ ഒന്നുമില്ല. ഈ ശരീരം കൂടെ നിന്റെ കൈ തരുന്നു. ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ പോവുക. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിച്ചിരുന്ന് ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സർവശക്തൻ തന്നെ പൂർണ്ണ മനുഷ്യനായി ഭൂമി വന്നു. യേശു ക്രിസ്തു ആര്? അവൻ്റെ പൂർണ്ണ മനുഷ്യത്വം, അവൻ്റെ പൂർണ്ണ ദൈവത്വം നമ്മൾ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. ഇങ്ങനെ ഒരവസരം ദൈവം നമുക്ക് തന്നു, ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം ധ്യാനിക്കുവാൻ. അവൻ
സ്വയമേ അവനെ വെളിപ്പെടുത്താമായിരുന്നു. രൂപാന്തര മലയിൽ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലും നമ്മൾ അവൻ്റെ വാക്കുകൾ ശ്രദ്ധയോട് ധ്യാനിച്ചാൽ ഇത് മനുഷ്യനല്ല സംസാരിക്കുന്നത്. ഭൂമിയിൽ വന്ന മറ്റ് ഒത്തിരി പേർ വന്നിട്ടുണ്ട്. ആൾക്കാർ അവരുടെ പുറകെ പോയിട്ടുണ്ട്. പക്ഷെ കോടിക്കണക്കിന് ആൾക്കാർ ക്രൂശിൽ ഇത്ര ക്രൂരമായി വില കൊടുത്തവൻ്റെ പുറകെ സ്വന്തം പ്രാണനെ അർപ്പിക്കുന്നത് എന്തിന്? ക്രൂശിൽ തൂങ്ങുന്നവൻ ഇതൊരു കള്ളനല്ല. എൻ്റെ കണ്ണ് തുറന്നപ്പോൾ മനസ്സിലായത് ഇതൊരു പ്രവാചകനല്ല. ഇത് യോസേഫും മറിയത്തിൻ്റെ മകനല്ല. ഇത് നമ്മളിൽ ഒരുവനല്ല. ഇത് സർവശക്തൻ തന്നെ. ഹല്ലേലൂയ. ആ ക്രൂശെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവന്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തിയോ? നമ്മൾ താഴെ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഇവരെ ക്ഷമിക്കണം, ഇവർ എന്തോ ചെയ്യുന്നു ഇവർ അറിയുന്നില്ല. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കാരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ നമുക്ക് വരാൻ ഒരു സാധ്യതയില്ല. നമ്മുടെ ആത്മാവിനെ സൃഷ്ടിക്കുന്ന മുമ്പേ ഒരു കരച്ചിൽ ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങിയതാ. ഹല്ലേലൂയ. മനുഷ്യൻ ചിരിച്ചോണ്ട് ഇരിക്കുമ്പോൾ ആ ക്രൂശിൽ ഒരു കരച്ചിൽ പൊങ്ങിയതാ. പിതാവേ, ഇവരെ ക്ഷമിക്കണം, ഇവർ എന്തോ ചെയ്യുന്നു ഇവർ അറിയുന്നില്ല. നമുക്ക് രക്ഷാദാനമായി തന്നുവല്ലോ, ഇനി എന്തു വേണം? നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടേതായ തന്നെ വീടുകളിൽ തിരിച്ചു പോകുമ്പോൾ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഭാരപ്പെടുന്നില്ല. ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെ വസിക്കുന്നുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്നെ തകർക്കുവാൻ അല്ല. സാത്താനെ, നീ എത്ര സംശയങ്ങൾ കൊണ്ടുവന്നാലും ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നുണ്ട്. എനിക്ക് എൻ്റെതായി തന്നെ കഴിവുകൾ ഉണ്ടെങ്കിലും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിനാണ്. അവൻ വിശ്വസ്തൻ. അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ എല്ലാം എൻ്റെ നന്മയ്ക്കാന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനാകുന്നു എന്ന് പറയപ്പേരുള്ള ദൈവം യേശു ക്രിസ്തുവായി സ്വന്തം സ്വഭാവത്തെ വെളിപ്പെടുത്തി തന്നോ? നമ്മൾ നിൽക്കുന്ന ആ പാറ യുഗങ്ങൾ മാറിയാലും അവനൊരു അനക്കവുമില്ല. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എൻ്റെ വചനത്തിന് ഒരു മാറ്റമില്ല എന്ന് അവൻ എഴുതി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം ഇത് കരഞ്ഞോണ്ട്, മോങ്ങിക്കൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് പോകേണ്ടിയ പാതയല്ല. പാട്ട് പാടിക്കൊണ്ട് ഇടുങ്ങിയ പാതയിൽ സ്വന്തം ക്രൂശിനെ ചുമന്നോണ്ട് മുന്നോട്ട് പോകുക. എൻ്റെ യാത്ര തുടങ്ങി. ഹല്ലേലൂയ. കർത്താവേ, വേഗം വരണമേ കർത്താവേ, ഞാൻ യാത്രക്കാരനാ. ഹല്ലേലൂയ. എനിക്ക് ബന്ധക്കാർ, സ്വന്തക്കാരുണ്ട്. പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല കർത്താവേ.
നമ്മുടെ മഹാപുരോഹിതന് നമ്മുടെ എല്ലാ കുറവുകൾ അറിയാം. നമ്മുടെ പരാജയങ്ങൾ അവന് നല്ലപോലെ അറിയാം. നമ്മൾ നമ്മളെ തന്നെ നോക്കുന്നോണ്ട് നടക്കാൻ കഴിയാത്തത്. നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. നിരാശപ്പെടുത്താൻ സാത്താൻ ഒത്തിരി ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കാതെ നമ്മുടെ രക്ഷയുടെ കർത്താവിനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നടന്ന ഈ പാതയിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുമ്പേ നടന്നവന്റെ കാലിന്റെ പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മളെ അറിയുന്ന പോലെ വേറെ ആരും നമ്മളെ അറിയുന്നില്ല. ഹല്ലേലൂയ. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ഗുരുക്കന്മാരുടെ പുറത്ത് ആശ്രയിക്കുമ്പോൾ, മരണത്തെ കണ്ട് ഭയപ്പെടുമ്പോൾ, നമ്മൾ യേശുവിനെ വിശ്വസിച്ച് ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മരണത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ പോകാനുള്ള സമയം അടുത്തു. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ പോകാനുള്ള സമയം അടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ഒരുക്കങ്ങൾ ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കാം. ലോകത്തോട് യാത്ര പറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ തിടുക്കത്തോട് ചെയ്യാം. ഹല്ലേലൂയ. ഇനി താമസിക്കല്ലേ. ലോകത്തിന്റെ ഭാരങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തല്ലേ. നമ്മുടെ പിതാവ് ബാക്കി കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് കരുതിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതൊക്കെ എല്ലാം, ഞാൻ തന്നതൊക്കെ എല്ലാം ചെന്ന് പഠിപ്പിക്കുവാൻ കൽപ്പനയാ തന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്ക് ആരാധിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.